അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ചെറുകാവ് മണ്ഡലത്തിലെ പുത്തൂപ്പാടം പ്രദേശത്ത് തസ്ഫിയ ആദർശ സമ്മേളനത്തിൽ ആമുഖ സംസാരം നിർവഹിച്ച സുഹൃത്ത് സഹോദരൻ അംജദ് മദനി, മറ്റു ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ മണ്ഡലം ഭാരവാഹികൾ, ഈ സദസ്സിൻ്റെ രണ്ടു ഭാഗത്തുമായി ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയങ്കരായ നാട്ടുകാർ, അകലെയായും വീടുകളിലായുമൊക്കെ ഈ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഓൺലൈനിലൂടെ സശ്രദ്ധം ഈ ഒരു വിജ്ഞാന സദസ്സിന് ചെവി കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരായ നമ്മുടെ സഹോദരങ്ങൾ, അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും ഇഖ്ലാസായ നെയ്യത്തോടുകൂടെയുള്ള നന്മകളെല്ലാം പടച്ച റബ്ബ് കബൂൽ ചെയ്ത് സ്വർഗം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട നമ്മുടെ പാലക്കാട് ചുങ്കം സ്വദേശി നമ്മുടെ പ്രവർത്തകൻ സുലൈമാൻ സാഹിബിൻ്റെ പ്രിയപ്പെട്ട മകൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പുണ്ടായ ഒരു ആക്സിഡൻറ്റിൽ അത്യാസന്ന നിലയിൽ വലിയ ഒരു ഓപ്പറേഷൻ, തലയോട്ടിക്ക് വരെ സർജറി ചെയ്ത് ഇരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഉള്ളത്. അല്ലാഹു ആ മോൾക്ക് വളരെ പെട്ടെന്ന് പൂർണ്ണമായ വേഗത്തിലുള്ള ഷിഫാഉൻ ആജിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ഷർറുകളിൽ നിന്നും നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. രോഗികളായി പ്രയാസപ്പെടുന്ന ഒട്ടനേകം ആളുകൾ വീടുകളിലും ആശുപത്രികളിലുമൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമുഖ സംസാരത്തിലൂടെ ഇന്ന് ഇന്ത്യ രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും ഇന്നത്തെ ചിന്തകളെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയെക്കുറിച്ചുമൊക്കെ സംസാരിച്ച് അംജദ് മദനി പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അതിൻ്റെ മറ്റൊരു തലം കൂടെ നമ്മളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ നേരനുഭവങ്ങളായ പലതും സംസാരിക്കാനുണ്ട് നമുക്ക്. ആദ്യാവസാനം ഈ ശബ്ദത്തെ, ഈ സന്ദേശത്തെ നിങ്ങൾ പൂർണ്ണമായി കേൾക്കുവാനും സംശയങ്ങളുള്ള ഭാഗങ്ങൾ നോട്ട് ചെയ്യാനും എഴുതി വെക്കുവാനും കുറിച്ചെടുക്കുവാനും എല്ലാവരും താല്പര്യം കാണിക്കണമെന്നാണ് പറയാനുള്ളത്. യാതൊരു മുൻധാരണകളുമില്ലാതെ
എത്രയോ സംസാരങ്ങൾ ഈ പരിസരങ്ങളിലൂടെ കേട്ട ഒരു ജനസമൂഹം എന്നതും കേൾക്കാനുള്ള മനസ്സുള്ളവരായ നല്ലവരായ മനുഷ്യർക്കിടയിൽ ഇന്നും സംസാരിക്കാൻ അവസരം നൽകിയ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കാം. ഇന്ന് മൊത്തത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മനസ്സിലുള്ള ഒരു കാഴ്ചപ്പാട് ബാധ്യതകളില്ലാതെ ജീവിക്കാം. വിവാഹം ഒരു ബാധ്യതയാണ്. ഉമ്മാനി വാപ്പാനി നോക്കുക എന്നുള്ളതൊരു ബാധ്യതയാണ്. അപ്പോൾ ഒരു ബാധ്യതകളൊന്നുമില്ലാതെ, ചൊറയില്ലാതെ, റിസ്ക് ഇല്ലാതെ ജീവിക്കാം ഇന്നത്തെ വലിയ വലിയ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്. പരമാവധി എൻജോയ് ചെയ്യുക, ആനന്ദിക്കുക, സുഖിക്കാൻ പറ്റുന്നതൊക്കെ സുഖിക്കുക. അത് ഹലാലും ഹറാമൊന്നും പ്രശ്നമില്ലാത്ത എന്തും ആനന്ദിക്കുക, സന്തോഷിക്കുക. എൻ്റെ സന്തോഷമാണ് വലുത്. മറ്റുള്ളവൻ വേദനിച്ചാലും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ സന്തോഷിക്കുന്നതിന് നിങ്ങൾക്കെന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്ന ഒരു പ്രത്യേകതരം ജീവിത കാലഘട്ടത്തിലാണ് ആധുനിക യുവതലമുറയാകട്ടെ, പുതിയ തലമുറയിലെ മനുഷ്യരാവട്ടെ, അവിടേക്ക് ഒരു മുഖമുദ്രയായി നമ്മളിങ്ങനെ ഈ ചിന്തകൾ നമുക്ക് കാണാൻ കഴിയും. സത്യത്തിൽ ഏറ്റവും ഹ്രസ്വമായ, നശ്വരമായ, എത്രയും വേഗത്തിൽ നശിക്കുന്ന ഈ ലോകത്തിനപ്പുറത്ത് ഇവിടെ ചെയ്യുന്ന മുഴുവൻ ചെയ്തികളും പ്രവർത്തനങ്ങളും നിലപാടുകളും ചോദ്യം ചെയ്യപ്പെടുന്ന വലിയ ഒരു ലോകം വരാനിരിക്കുന്നുണ്ടോ എന്ന ചിന്ത പോലും മറന്നുപോയ ഒട്ടനേകം മനുഷ്യർക്കിടയിലാണ് ഞാൻ ഓതിവെച്ച ആയത്ത് അള്ളാഹുവിൻ്റെ ഖുർആൻ സൂറത്ത് ഇസ്രാ നമ്മളെ ഓർമ്മപ്പെടുത്തുക. വമൻ അറാദൽ ആഖിറ, ആരെങ്കിലും ഇവിടെ ചെയ്യുന്ന ഓരോ നന്മകൾക്കും പരലോകം ഉദ്ദേശിച്ചതിൻ്റെ പ്രതിഫലം വിചാരിച്ചുകൊണ്ട് അവിടുത്തെ സ്വർഗനരകങ്ങളെക്കുറിച്ചുള്ള ഈമാനികമായ വശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിച്ചാൽ ആ വരാനിരിക്കുന്ന പരലോകത്ത് അവിടുത്തെ വിജയത്തിനു വേണ്ടി അധ്വാനിക്കുകയും ചെയ്താൽ വഹുവ മുഅ്മിനുൻ, നല്ല സത്യവിശ്വാസിയായിക്കൊണ്ട് പ്രവർത്തിച്ചാൽ ഫൗലൈക കാന സഅയുഹും മഷ്കൂറാ, അല്ലാഹു തആല അവരോട് ഏറെ നന്ദിയുള്ളവനായിരിക്കും. ഈ ഇരുത്തം നമുക്ക് ഗുണകരമാവണം. നമ്മുടെ യാത്രകൾ നമുക്ക് ഖൈറായി മാറണം. നമ്മുടെ കുടുംബജീവിതം നമുക്ക് സന്തോഷകരമാകണം. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ പറ്റണം. പടച്ച റബ്ബ് നമുക്ക് തന്ന മക്കൾ നമുക്ക് ഇരുലോകത്തും ഉപകരിക്കുന്നവരാകണം. എന്നാൽ അള്ളാഹിൻ്റെ ഖുർആൻ പറയുന്നുണ്ട്, ചില മനുഷ്യർ ചിന്തിക്കില്ല, പഠിക്കില്ല, കേൾക്കില്ല, അവർ സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. ദുനിയാവ് നഷ്ടക്കാരായവരാണ്, പരലോകം നഷ്ടപ്പെടുന്നവരുമാണ്. ദുനിയാവിലും നേടാൻ കഴിഞ്ഞില്ല. ദുനിയാവിൻ്റെതായ എല്ലാ നഷ്ടങ്ങളും അവന് വേറെ കിട്ടിയിട്ടുണ്ട്. പുറമെ പരലോകത്ത് അള്ളാഹുവിൻ്റെ വലിയ നഷ്ടങ്ങൾ വേറെയും അവനെ കാത്തിരിക്കുകയാണ്. ഇത് വലിയ ഗൗരവത്തോടെയാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. മനുഷ്യൻ ഈ ലോകത്ത് എന്ന് ജനിച്ചിട്ടുണ്ടോ അടുത്ത ഏത് സെക്കൻഡിലും ഏത് നിമിഷത്തിലും അവൻ്റെ ദുനിയാവ് അവസാനിക്കും. എപ്പോഴാണെങ്കിലും സംഭവിക്കാം. അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണ് മാതാവിൻ്റെ ഗർഭപാത്രത്തിനുള്ളിൽ നമ്മൾ ജീവിക്കുക എന്നത്. അത് കഴിഞ്ഞാൽ 10 മാസക്കാലത്തെ 9 മാസക്കാലത്തെ കാലാവധി കഴിഞ്ഞാൽ അവിടെ ഇനി സമയം വെക്കാൻ പറ്റൂല. ഡോക്ടർ പറയും എത്രയും പെട്ടെന്നൊരു ഓപ്പറേഷൻ വേണം, കുഞ്ഞ് പ്രസവിക്കുന്നില്ല, സർജറി വേണം, വേദന വരുന്നില്ല, സർജറി വേണമെന്ന് പറയുന്നു. പിന്നെ നമ്മളാരും 2 മാസം കൂടി കഴിയട്ടെ എന്ന് പറയില്ല. കാരണം അടുത്ത ഒരു ലോകം അവനെ കാത്തിരിക്കുന്നു. അത് ഈ ദുനിയാവാണ്. ഈ ദുനിയാവിൽ ജനിച്ചവൻ ആരുമാകട്ടെ, അവൻ അടുത്ത ഏതു സമയവും അവൻ്റെ ജീവിതം അവസാനിക്കാം. ദിവസങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ട എത്ര മക്കളുണ്ട് നമുക്ക്. ചെറിയ കുഞ്ഞിളം പ്രായത്തിൽ ജീവൻ നഷ്ടപ്പെട്ട എത്ര മക്കളുണ്ട് നമുക്ക്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ കേട്ട വാർത്തകൾ നോക്കൂ നിങ്ങൾ. ഒരു കുടുംബത്തിലെ ജ്യേഷ്ഠനും അനുജനും തമ്മിലുള്ള തർക്കത്തിനൊടുവിൽ, മലപ്പുറം ജില്ലയിലാണ് സംഭവമല്ലോ, സഹോദരനെ കുത്തിക്കൊന്ന വാർത്ത. ആ കത്തിയും എടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയിക്കൊണ്ട് കീഴടങ്ങിയ വാർത്ത നമ്മൾ കേൾക്കുകയാണ്. ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ 8ാം ക്ലാസ്സുകാരനായ ഒരു ചെറിയ വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ ഏതോ ഒരു നൈരാശ്യബോധത്താൽ ആത്മഹത്യ ചെയ്തത് ഇന്ന് 24 മണിക്കൂർ തികഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഒന്നാലോചിക്കണം. ആത്മഹത്യ പരിഹാരമല്ല. പടച്ച റബ്ബ് തന്ന ജീവിതത്തിൻ്റെ ഏതേത് സമയത്തും പടച്ച റബ്ബ് ഇഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് അവൻ്റെ വിധി വന്നാൽ അവനെ കൊണ്ടുപോകും.
അതുവരേക്കും ഇവിടെ ജീവിക്കാനാ നമുക്കുള്ള ചാൻസ് ഉള്ളൂ. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഐ അർളിൻ തമൂത്. നാളെ എന്ത് ചെയ്യാൻ പറ്റും ആർക്കും അറിയില്ല. നമ്മൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞിങ്ങനെ ചെയ്യും, ഇൻഷാ അല്ലാഹ് പറഞ്ഞിങ്ങനെ കാത്തിരിക്കും. നാളെ എന്ത് നടക്കും, എന്ത് ചെയ്യാൻ പറ്റും എന്നറിയില്ല. ഏത് സ്ഥലത്ത് വെച്ചുകൊണ്ട് ഒരാൾ മരിക്കും എന്നതൊരാൾക്കും പറയാൻ കഴിയാത്ത കാര്യമാണ്. എന്നാൽ ഒരു കാര്യം ഖുർആൻ പറഞ്ഞു, മരിക്കും. ഇവിടെ ജനിച്ചവരൊക്കെ മരിക്കും. ഈ ലോകത്തൊരാൾ മരിക്കാതെ ജീവിക്കുമായിരുന്നുവെങ്കിൽ ലൗകാനത്തിദ് ദുനിയാ തദൂമു ലിവാഹിദിൻ ലകാന റസൂലുള്ളാഹി ഹയ്യം വബാഖിയാ. ജീവിക്കാൻ ഒരാൾക്ക് പൂർണ്ണമായ അധികാരം കൊടുക്കുമായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ലോകത്തിൻ്റെ സുന്ദരമായ നിമിഷങ്ങൾ ചരിത്രത്തിൽ കോർത്തുവെച്ച അവസാനത്തെ തിരുദൂതർ ഹബീബുന വസയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തുനിന്ന് പോയിട്ടുണ്ട്, വഫാത്തായിട്ടുണ്ട്. ആയിഷ ബീവിയുടെ പ്രിയപ്പെട്ട മടിത്തട്ടിൽ കിടന്നുകൊണ്ട് ഈ ലോകത്ത് മദീനയുടെ മണ്ണിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മളും അതുപോലെ പോകാനുള്ളവരാണ്. അളവറ്റ അമ്പിയാക്കൾ, അതിലേറെ ഔലിയാക്കൾ, അവരെല്ലാം മണ്ണായല്ലോ, നാമും മരിക്കുമല്ലോ. അഥവാ അവർ മരിച്ചുപോയല്ലോ, നമ്മളും മരിക്കുമല്ലോ. അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും പോലും വഫാത്തായി പോയില്ലേ, പിന്നെ സാധാരണക്കാരനായ നമ്മളെ അത് ബാധിക്കൂലേ? ആ മരിക്കുമെന്ന് പറഞ്ഞ വിശ്വാസം പോലെ പ്രാധാന്യമുണ്ട് ശേഷം വരാനിരിക്കുന്ന നാള്. അതിനേക്കാൾ സത്യമാണ്. ദുനിയാവ് എത്ര സത്യമാണോ അതുപോലെ അത്രയും തവണ ആഖിറ എന്ന വാക്ക് ഖുർആൻ ഉപയോഗിച്ചു. ദുനിയ എന്ന വാക്ക് എത്ര തവണ ഉപയോഗിച്ചോ അത്രയും തവണ ആഖിറ എന്ന വാക്ക് ഖുർആനിൽ ഉപയോഗിച്ചു. രണ്ടും സത്യമാണ് എന്ന് മാത്രമല്ല, മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ തീർന്നു പോകുന്ന നശിച്ചു പോകുന്ന ദുനിയാവിന് വലിയ പ്രാധാന്യമാണ്. വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ. എന്നാൽ തീരാത്ത, നശിക്കാത്ത, അവസാനിക്കാത്ത, എന്നുമെന്നും ബാക്കിയാകുന്ന പരലോകമാണ് മനുഷ്യ ഉത്തമമായത്. ആ സ്വർഗം അവസാനിക്കൂല, ആ സുഖങ്ങൾ തീരൂല. അവിടെ വാർദ്ധക്യം വരൂല, അവിടെ പ്രസവം ഉണ്ടാവൂല, അവിടെ മരണം ഉണ്ടാവൂല, അവിടെ ജോലിക്ക് പോകണ്ട, പാത്രം കഴുകണ്ട, അടിച്ചു വാരണ്ട. എന്തൊരു സുഖമുള്ള ലോകം! അതെവിടെയാ? അത് പടച്ച റബ്ബ് പരലോകത്ത് കാത്തു വെച്ചിരിക്കുകയാണ്. ഫമൻ സുഹ്സിഹ അനിന്നാർ, ആളിക്കത്തുന്ന നരകത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ട് വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടാൽ ഫഖദ് ഫാസ്, അവൻ വിജയിച്ചിരിക്കുന്നു. ഇവിടുത്തെ വിജയങ്ങൾ താൽക്കാലികമാണ്. ഇവിടുത്തെ ഭരണം 5 കൊല്ലമാണ്. ഇവിടുത്തെ പുരസ്കാരങ്ങൾ താൽക്കാലികമാണ്. എല്ലാം ഉണ്ടായാലും അതൊന്നും ഒരു പൂർണ്ണതയല്ല. പൂർണ്ണമായ ലോകം ഐഷത്തിർ റാദിയ ഫി ജന്നത്തിൻ ആലിയ, സമ്പൂർണമായ 100% സംതൃപ്തിയുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടെങ്കിൽ അത് സ്വർഗത്തിലാണ്. ആ സ്വർഗലോകത്ത് എത്തിപ്പെടണമെങ്കിൽ മനുഷ്യ ചില വിചാരണ കടന്നു പോകണം. എന്തൊക്കെ ചോദ്യം ചെയ്യപ്പെടും? നമ്മുടെ ഈമാൻ ചോദ്യം ചെയ്യപ്പെടും. ആരാ റബ്ബെന്ന ചോദ്യമുണ്ട്, നബിനെ കുറിച്ചുള്ള ചോദ്യമുണ്ട്, ഖുർആനിനെ കുറിച്ചുള്ള ചോദ്യമുണ്ട്. വിശ്വാസം ചോദ്യം ചെയ്യപ്പെടും, സംശയിക്കേണ്ട. നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടും, സമീപനങ്ങൾ ചോദ്യം ചെയ്യപ്പെടും, കർമ്മങ്ങൾ വിചാരണ ചെയ്യപ്പെടും, ചിന്തകൾ വിചാരണ ചെയ്യപ്പെടും, വ്യവഹാരങ്ങൾ പരിശോധിക്കപ്പെടും. എല്ലാം സൂക്ഷ്മമായി റബ്ബിന്റെ കോടതിയിൽ ഒരു വിചാരണക്ക് വെക്കുന്നതാ. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, ഒരു അണുമണി തൂക്കം നല്ലത് നമ്മുടെ ജീവിതത്തിലുണ്ടോ? പേടിക്കണ്ട, നമുക്കത് കിട്ടും, നഷ്ടമാകില്ല. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ, ഒരു ചെറിയ അണുമണിത്തൂക്കം തിന്മ നമ്മുടെ മനസ്സിനകത്തോ ജീവിതത്തിലോ സ്വഭാവത്തിലോ എവിടെയെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ, അവൻ അതിനുള്ളത് അനുഭവിക്കും. സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് നമ്മൾ നമസ്കാരത്തിന് വേണ്ടി അല്പസമയം കഴിഞ്ഞ് പിരിയും. ആരും അതിൻ്റെ ഇടയിൽ എഴുന്നേറ്റ് പോകേണ്ടതില്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ ദുനിയാവിൽ വന്ന് ഇവിടെ ആരും കോടീശ്വരനാകാനും വലിയ സർക്കാർ ഉദ്യോഗസ്ഥനാവാനും
വലിയ വലിയ ജനപ്രതിനിധികളായി മാറാനും ഒന്നുമല്ല പടച്ചോറ റബ്ബ് നമ്മെ സംവിധാനിച്ച് ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത് നാളെ പരലോകത്ത് ഏറ്റവും നല്ല മനുഷ്യൻ ആരായി മാറുന്നുള്ള വിചാരണയ്ക്ക് വേണ്ടി ലിയബ്ലുവക്കും മയ്യുക്കും അഹ്സനു അമല, ഏറ്റവും നല്ല പ്രവർത്തനം ചെയ്യുന്നവരാരൊക്കെയാണെന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. ആ പരീക്ഷണത്തിൽ നമുക്ക് വിജയിക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാം അള്ളാഹുവിൻ്റെ ആ നിരീക്ഷണത്തിലാണ് പോകുന്നത്. വകാന അല്ലാഹു അലൈക്കും റഖീബ, എല്ലാം പടച്ചറബ് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരു ഇടവും ഒരു സ്ഥലവും അള്ളാഹിൻ്റെ മുമ്പിൽ ഒളിപ്പിച്ചു വെക്കാൻ നമുക്ക് കഴിയൂല. നമ്മൾ വിചാരിക്കുന്ന ആരും അറിയുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന അടുത്ത് വരെ യസ്തഖ്ഫൂന മിനന്നാസ്, നിങ്ങൾ എന്തെന്ത് കാര്യം ചെയ്താലും ജനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മറച്ചു വെക്കാൻ പറ്റും. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അള്ളാന്റെ കണ്ണ് നിങ്ങൾക്ക് മറച്ചു വെക്കാൻ കഴിയൂല. അവൻ ആരാന്നാ വിചാരിച്ചത്? യഅലമു ഖായിനതൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ, കണ്ണിൻ്റെ കട്ടുനോട്ടം അറിയുന്നവനാണ്. ഹൃദയത്തിനകത്ത് ഒളിപ്പിച്ചു വെച്ചതെല്ലാം അറിയുന്നവനാണ്. ഏത് പാറമടക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചാലും ഏഴാൻ ആകാശത്ത് ഒളിപ്പിച്ചു വെച്ചാലും യഅതി ബിഹല്ലാഹ്, ഒരു നാൾ അല്ലാഹ് അത് പുറത്തു കൊണ്ടുവരും. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, അല്ലാഹ് സൂക്ഷ്മമായി നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് റബ്ബ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, മനുഷ്യൻ അവൻ്റെ എല്ലാ അവസരങ്ങളിലും തിന്മയിൽ നിന്ന് ജീവിതം മാറ്റിയെടുത്ത് നന്മയിലേക്ക് മാറ്റിയാൽ അവന് സ്വർഗം നേടാം. തിന്മയിൽ തുലച്ചു കളഞ്ഞ മനുഷ്യർക്ക് നരകമാണ്, പരലോകത്ത് വലിയ നഷ്ടങ്ങളാണ് വരാനിരിക്കുന്നത്. പക്ഷേ ഈ ദുനിയാവ് അങ്ങനെ സുഖമായി ജീവിക്കാനൊന്നും പറ്റൂല. പലതരം പരീക്ഷണങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും വന്നുകൊണ്ടിരിക്കും. സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ടാകാം, ദാമ്പത്യ ജീവിതത്തിലെ പ്രയാസങ്ങളുണ്ടാകാം, മക്കളെ കൊണ്ട് പരീക്ഷണങ്ങളുണ്ടാവാം, ജോലിയിൽ വിഷമങ്ങളുണ്ടാവാം, കച്ചവട രംഗത്ത് പുതിയ പുതിയ പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കാം. മനുഷ്യൻ എന്ത് ചെയ്യണം? നെട്ടോട്ടമോടി ആത്മഹത്യയാണോ പരിഹാരം? പരിഹാരം അതല്ല. ജ്യോത്സ്യൻ പരിഹാരമാണോ? പരിഹാരം അതല്ല. മക്കാമുകൾ പരിഹാരമാണോ? അല്ലേ അല്ല. പിന്നെ ആർക്കാണ് ഇതിന് പരിഹാരം തരാനുള്ളത്? അല്ലാഹുവിന് മാത്രമാണ്. മനുഷ്യ, നിന്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്ക് പരിഹാരം തരാൻ കഴിയുകയുള്ളൂ. അവനാരാണ്? അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ, എല്ലാം പടച്ചതവനാണ്. അവനല്ലാതെ ലോകത്തിനൊരാരാധ്യനില്ല. ഈ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തരമായ ആയത്ത് പഠിപ്പിക്കുന്നു. അഅ്ളമായ ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്ത് ഈ സദസ്സിലിരിക്കുന്ന ആരെങ്കിലും പഠിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് മുതൽ കാണാതെ പഠിച്ച ജീവിതത്തിൽ അത് പാലിക്കേണ്ട ആയത്താണ് ആയത്തുൽ കുർസി. വിശുദ്ധ ഖുർആനിൻ്റെ പോരിശ എന്താ? ആ ഖുർആനിലെ അഅ്ളം ആയ ഏറ്റവും മഹത്തായ ആയത്ത് ഒരു ദിവസം 8 തവണ സുന്നത്തായി ഓതാൻ പഠിപ്പിച്ച ആയത്ത്. എന്താ പഠിപ്പിക്കുന്നത്? ഏതെങ്കിലും മഹാനെ കുറിച്ചാണോ? ഏതെങ്കിലും മരണപ്പെട്ട ആളെ കുറിച്ചാണോ? ഏതെങ്കിലും ഒരു വലിയനെ കുറിച്ചാണോ ഖുർആൻ മഹത്തമായി പഠിപ്പിച്ചത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല, അവൻ മരിക്കൂല, അവന് മരണമില്ല, ഹയ്യാണ്, ഖയ്യൂമാണ്, ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്ന സർവ്വനിയന്താവാണ്. ലാ തഖുദുഹു സിനതും വലാ നൗം, ഉറക്കം വരാത്തവനാ, മയക്കമില്ലാത്തവനാ. ഉറങ്ങുന്നവരെ ആരാധിക്കാൻ പറ്റൂല, മയങ്ങുന്നവരെ ആരാധിക്കാൻ പറ്റൂല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അവനുള്ളതാണ്. ആ റബ്ബിലേക്ക് മനുഷ്യൻ അടുക്കണം. ഒരു ചാണ് അടുക്കാൻ തുടങ്ങിയാൽ ഒരു മുഴം റബ്ബ് നമ്മിലേക്ക് അടുക്കാൻ സന്നദ്ധനാണ്. നമ്മളെങ്ങാനും ഒന്ന് നടന്നടുക്കാൻ ശ്രമിച്ചാൽ പടച്ച റബ്ബ് നമ്മിലേക്ക് ഓടി അടുക്കുന്നതാണ്. എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഫഫിറൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഓടിച്ചെല്ലുന്നവരാകണം. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന
റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക്, റബ്ബിന്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നോട്ട് പോകണം. പടച്ചവനിലേക്ക് ഒന്ന് അടുക്കാൻ ശ്രമിക്കണം. എന്താ മാർഗം? ഫസ്തബിഖുൽ ഖൈറാത്ത്, ഒട്ടനേകം നന്മ ചെയ്യുന്നവരായി മാറണം. ആ നന്മയും തീന്മയും തീരുമാനിക്കുന്നത് നമ്മളല്ല. ഏതെങ്കിലും 940 ശേഷമോ അല്ലെങ്കിൽ 10 കൊല്ലത്തിലോ 40 കൊല്ലത്തിലോ 100 കൊല്ലത്തിലോ ഉണ്ടാക്കിയ ഒരു പുസ്തകത്തിലല്ല നന്മ തീരുമാനിക്കുന്നത്. ആകാശലോകത്തുനിന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു വഹീന്റെ സന്ദേശമുണ്ട്. അതിൻ്റെ അവസാനത്തെ പതിപ്പായ ഖുർആൻ നമ്മൾ പിൻപറ്റി ജീവിക്കണം. അതാണ് ലോകത്തിൻ്റെ ഹുദയായി പഠിപ്പിച്ചത്. ഹുദൽ ലിന്നാസ്, മനുഷ്യർക്കുള്ള സന്മാർഗം അതാണ്. ഈ ലോകത്ത് ഇങ്ങനെ പ്രയാസങ്ങൾക്ക് വരുമ്പോൾ എന്തോ ചെയ്യേണ്ടത്? ഹുദയിലേക്ക് മടങ്ങണം. ശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, ഹൃദയത്തിനകത്തുള്ള എല്ലാ പ്രയാസങ്ങൾക്കുമുള്ള ഔഷധമാണ് ഖുർആൻ. സത്യമേതാന്ന് നട്ടം തിരിയുന്ന ഘട്ടം വന്നാൽ അൽ ഫുർഖാൻ, സത്യാസത്യ വിവേചന ഗ്രന്ഥമായ ഖുർആനുണ്ട്. ബയ്യിനാത്ത്, വിശദീകരണ ഗ്രന്ഥമാണ്. ദിക്റുൻ, ഇത് ഉത്ബോധനമാണ്. മൗഇളത്തുൻ, നല്ല കൗൺസിലിങ്ങിന് പറ്റുന്ന സാരോപദേശങ്ങളുള്ള വിശുദ്ധമായ ഖുർആനിലേക്ക് വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിൻ്റെ മുമ്പ് സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, ഞാൻ മരിച്ചാലും 2 കാര്യങ്ങൾ ഇവിടെ തന്നേൽപ്പിച്ചു പോയിട്ടാണ് പോകുന്നത്. അത് രണ്ടും മുറുകെ പിടിച്ചാ നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരൂല, സങ്കടപ്പെടേണ്ടി വരൂല, നിങ്ങൾ പിഴക്കൂല. ആരൊക്കെ പിഴച്ചവരാണ്? പുത്തൻവാദികളാണ്, ദിക്റില്ലാത്തവരാണ്, സ്വലാത്തില്ലാത്തവരാണ്, നബില്ലാത്തവരാണ്, നിസ്കാരമില്ലാത്തവരാണ്. പറയുന്നവർക്ക് എന്തും പറയാം. നമ്മുടെ നബി പഠിപ്പിക്കുകയാണ്, തറക്തു ഫീക്കും അംറൈൻ, 2 കാര്യങ്ങൾ ഇതാ വിട്ടേച്ചു പോവാണ്. ലൻ തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ, അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ ഒരിക്കലും നിങ്ങൾ പിഴക്കൂല. ഏതാ 2 കിതാബല്ലാഹി വസുന്നത റസൂലിഹി, അള്ളാഹിന്റെ കിതാബും നബിന്റെ സുന്നത്താകുന്ന ഹദീസുമാണ്. എന്തിന് ഹദീസിലേക്ക് നമ്മൾ പോകണം? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അത് വഹീന്റെ അടിസ്ഥാനത്തിൽ തന്നതാണ്. നബി സംസാരിച്ചത് വഹിയാണ്. ആ പ്രവാചകന്റെ അധ്യാപനങ്ങളും നമ്മൾ പാലിക്കേണ്ടവരാണ്. അതുകൊണ്ട് ആത്മഹത്യ പരിഹാരമല്ല, ജാൽസന്മാര് പരിഹാരമല്ല, മഖാമുകൾ പരിഹാരമല്ല. അള്ളാഹിന്റെ ഖുർആനിലേക്ക് അഭയം പ്രാപിക്കണം. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പഠിപ്പിക്കുന്ന ഈ ഗ്രന്ഥങ്ങളിലേക്ക് നമ്മൾ മടങ്ങേണ്ടതുണ്ട്. വഅതിഉല്ലാഹ വഅതിഉർ റസൂല, അള്ളാഹിനെ അനുസരിക്കണേ, റസൂലിനെ അനുസരിക്കണേ. ലഅല്ലക്കും തുർഹമൂൻ, എങ്കിൽ അള്ളാഹിന്റെ കാരുണ്യം നമുക്ക് കിട്ടും. അങ്ങനെ ഈ പറഞ്ഞ നല്ല ജീവിതം കൊണ്ട് ഇവിടുന്ന് മരിച്ചു പോയെങ്കിലേ മൻ റബ്ബുക എന്നുള്ള ചോദ്യത്തിന് മറുപടി തരാൻ പറ്റുള്ളൂ. ഇത് കാണാതെ പഠിച്ചു പോയി എഴുതാൻ പറ്റിയ ഒന്നല്ല. ഇത് PSC പരീക്ഷ അല്ല, ഇത് യൂണിവേഴ്സിറ്റി നടത്തുന്ന ഏതെങ്കിലും പരീക്ഷകളല്ല. ഇത് യഥാർത്ഥ ജീവിതത്തിന്റെ പരീക്ഷ. തിരിച്ചു വരാൻ പറ്റാത്ത, രണ്ടാമതൊരു ശ്രമം നടത്താൻ പറ്റാത്ത, ഒന്നുകൂടി നന്നാക്കിയാൽ മതിയായിരുന്നു എന്ന് തോന്നിയാൽ പോലും ഒരു ചാൻസും ഇല്ലാത്ത ഒരേ ഒരു അവസാനത്തെ ചാൻസ് ദുനിയാവ്. അതുകൊണ്ട് ചില മനുഷ്യരെ മയ്യത്തെടുത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ മലായിക്കത്തുകൾ അവരെ ആശീർവദിക്കുന്നുണ്ട്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സമാധാനമടഞ്ഞ ആത്മാവേ, അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് വരൂ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂ എന്ന് പറയും. ആരോടാണ് പറയുന്നത്? അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചത് പാലിച്ച് ജീവിക്കുന്നവർക്കുള്ളതാ. പ്രസ്ഥാനത്തിൻ്റെ പേര് നബി പഠിപ്പിച്ചില്ലല്ലോ, കൊടിൻ്റെ പേര് പഠിപ്പിച്ചില്ലല്ലോ, നിറത്തിൻ്റെ പേര് പഠിപ്പിച്ചില്ലല്ലോ, എത്ര എണ്ണം പഠിപ്പിച്ചില്ലല്ലോ, ഒന്നും പഠിപ്പിച്ചെന്നില്ല. ഒരു നിലപാട് പഠിപ്പിച്ചെന്നു. മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും എന്തൊരു നിലപാടിലായി ജീവിച്ചുവോ അങ്ങനെ ജീവിച്ച ഫിർഖത്ത് മാത്രമേ വിജയിക്കുകയുള്ളൂ. അവർക്കാണ് ആയിഷത്തു റാളിയ ഒരുക്കി വെച്ചിരിക്കുന്നത്. അങ്ങനത്തെ ഒരു മനുഷ്യനെ ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ ഖബർ അവന് വേണ്ടി വിശാലമാക്കി കൊടുക്കും.
അവൻ്റെ ഖബറിലേക്ക് വെളിച്ചമിട്ട് കൊടുക്കും. രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിൻ്റെ കാഴ്ചകൾ കാണിച്ചു കൊടുക്കും. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹുവിൻ്റെ ഹദീസിലാണ് പറഞ്ഞിരിക്കുന്നത്, സ്വർഗത്തിൽ നിന്നുള്ള വസ്ത്രം കൊണ്ടുവന്നവനെ ധരിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നല്ല ഒരു സ്വർഗത്തിൽ വഅഫ്രിശൂഹു മിനൽ ജന്നത്തി, സ്വർഗത്തിൽ നിന്നൊരു വിരിപ്പ് കൊണ്ടുവന്ന് വിരിച്ചു കൊടുക്കാൻ വേണ്ടി പറയും. ആ സുഖങ്ങൾ ഇങ്ങനെ ആനന്ദിച്ച് ആസ്വദിച്ച് നമ്മുടെ ഈ സിയാങ്കണ്ണത്തും ഐക്കരപ്പടിയിലും പുളിക്കലും ഈ പുത്തൂപ്പടിയിലും പരിസരത്തുമൊക്കെയുള്ള ഏതേത് പരിസരത്തുള്ള ഖബർസ്ഥാനിലും കിടക്കുന്ന മനുഷ്യൻ വരെ ഈ ഗുണങ്ങൾ പാലിച്ചാൽ അവൻ പറയും, റബ്ബി അഖിമിസ്സാ, റബ്ബേ പെട്ടെന്ന് ഖിയാമത്ത് നാളാകണേ. അത്രക്ക് സുഖമാണോ ഖബറിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്നത്? അതിനുള്ളിൽ കിടന്നുകൊണ്ട് ആ മനുഷ്യൻ ആത്മാവ് പറയും, റബ്ബി അഖിമിസ്സാ, പെട്ടെന്ന് ഖിയാമത്ത് നാളാകണേ എന്ന് പറയും. അള്ളാഹു അത്തരത്തിലുള്ള നല്ല മുഅ്മിനീങ്ങളായി സമാധാനമടഞ്ഞ മരണത്തോടെ സ്വർഗത്തിൻ്റെ കാഴ്ചകൾ ഖബർസ്ഥാൻ മുതൽ ബർസഖിൽ വരെ ആനന്ദിക്കുന്ന സുഖിക്കുന്ന വിശാലമായ ലോകം അനുഭവിക്കാൻ പറ്റുന്ന സജ്ജനങ്ങളിൽ സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും കാരണവന്മാരെയും നമ്മുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ആ സ്ഥാനം അള്ളാഹു നൽകുമാറാകട്ടെ. ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമസ്കാര സമയം 37-നാണ്. ഒളു ഉണ്ടാക്കേണ്ടവർ ഒളു ഉണ്ടാക്കി എത്രയും പെട്ടെന്ന് സുന്നത്ത് നമസ്കാരം നമുക്ക് ഇൻഷാ അല്ലാഹ് വീട്ടിൽ വെച്ച് നിർവഹിക്കാവുന്നതാണല്ലോ ഏറ്റവും അഫ്ളൽ. അതുകൊണ്ട് നമസ്കാരം കഴിഞ്ഞ് മറ്റെവിടേക്കും തിരിയാതെ സദസ്സിലേക്ക് തന്നെ വന്നിരിക്കണമെന്ന് പ്രത്യേകമായി ഉറപ്പെടുത്തുകയാണ്. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങൾ എല്ലാവരും സദസ്സിൽ വന്ന് ഇത് പൂർണ്ണമായും ശ്രദ്ധിച്ചു കേൾക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അധികം ദൈർഘ്യമില്ലാതെ നമുക്ക് വേഗത്തിൽ പ്രോഗ്രാമുകൾ അവസാനിപ്പിക്കണം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, നമ്മൾ മഗ്രിബ് മുതൽ ഇശാ നമസ്കാരത്തിന് വേണ്ടി പിരിയുന്നത് വരെ പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തണം. വഹീൻ്റെ സന്ദേശങ്ങളായ വിശുദ്ധ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അഹ്ലുകാരായി അതിൻ്റെ ആളുകളായി നമുക്ക് മാറാൻ കഴിയണം. സൃഷ്ടികളിൽ നിന്ന് അഭയം തേടുന്നതിന് പകരമായി സൃഷ്ടാവിലേക്ക് വരണം. നമ്മളെ നിയന്ത്രിക്കുന്നതും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരാനും ഏറ്റവും യോഗ്യതയുള്ളവനും കഴിവുള്ളവനുമായവൻ അള്ളയാണ്. സ്വാഭാവികമായും നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും അവൻ നൽകിയിട്ടുള്ളതാണ്. ഖുർആൻ തന്നെ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്താറുണ്ട്, ഫമാ ബികും മിൻ നിഅമതിൻ ഫമിനല്ലാഹ്. മനുഷ്യ, നിനക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ നിഅമത്തുകളും അല്ലാഹുവിൽ നിന്ന് വന്നതാണ്, അവൻ തന്നതാണ്. അതിനുള്ള നന്ദിയുള്ളവരായി മാറണം. അതിനെ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നവരായി മാറണം. ആരൊക്കെ പാലിക്കണം? നീയും നിന്റെ കുടുംബവും. ആഴമേറിയ കത്തിജ്വലിക്കുന്ന നരകത്തിൻ്റെ വിറകായി മാറുന്നതിൽ നിന്ന്, അവരെ കത്തിച്ചാമ്പലാകുന്ന നരകത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടതൊക്കെ നിങ്ങൾ ചെയ്യണം. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖു അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണം. നമ്മൾ മാത്രം പഠിച്ചാൽ മതിയോ? നമ്മുടെ ഭാര്യ പഠിക്കണം, മക്കൾ പഠിക്കണം. ബാപ്പ മാത്രം പള്ളിയിലും ഇബാദത്തും പ്രസ്ഥാനങ്ങളും ആയാൽ മതിയോ? നമ്മുടെ ഉമ്മാക്കും പെങ്ങൾക്കും സഹോദരിക്കും ഈ ദീന് കിട്ടണം. ബാപ്പയും ഉമ്മയും ദീനിന്റെ ആളുകളായി യോഗങ്ങളിലും പരിപാടികളിലുമൊക്കെ പങ്കെടുക്കുന്ന മക്കളങ്ങനെ വിലസിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ടാകാമോ? ഖുർആൻ പറയുകയാണ്, വഖൂദുഹന്നാസു വൽ ഹിജാറ, മനുഷ്യനും കല്ലുകളും കത്തിക്കപ്പെടുന്നതാണ് ആ നരകം. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, ശക്തരായ മല്ലന്മാരായ മലക്കുകളാണ് അതിൻ്റെ കാവൽക്കാർ. ആ നരകത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടതൊക്കെ നമ്മൾ ചെയ്യണം, നമ്മൾ പഠിക്കണം, അറിവുള്ളവരാകണം. ആദ്യത്തെ പണി ഇൽമ് തേടലാണ്, നല്ല അറിവുണ്ടാക്കലാണ്. ഒന്നാമത്തെ മാർഗം, ഞാൻ എങ്ങനെയാണ് എൻ്റെ ഇബാദത്ത് ഷെഡ്യൂൾ ചെയ്യേണ്ടത്, എൻ്റെ സ്വഭാവത്തിൽ ഞാൻ എന്തൊക്കെയാ ചെയ്യേണ്ടത്, എൻ്റെ സാമ്പത്തിക രംഗം എന്തായിരിക്കണം. നന്നായി നമസ്കരിക്കുന്നവരാണ്, പക്ഷേ സാമ്പത്തിക രംഗത്ത് ഒട്ടനേകം അക്രമങ്ങൾ ചെയ്യുന്നവർ. നല്ല സ്വഭാവത്തോടെ പെരുമാറുന്നവരാണ്, പക്ഷേ ദാമ്പത്യത്തിൽ മഹാ അപകടകാരികളായി മാറുന്നവർ.
നല്ല പോലെ ദീനീ രംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ ഇടപെടുന്നവരാണ്. പക്ഷേ തൻ്റെ ലൈംഗിക വിശുദ്ധി പാലിക്കുന്നയിടത്ത് വമ്പൻ പരാജയങ്ങൾ. ഇങ്ങനെയുള്ളവനാകുന്നതിന് പകരം യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ, പൂർണ്ണമായി അള്ളാഹുവിൻ്റെ ഈ സമാധാനത്തിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കണം. വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ, അള്ളാഹുവിൻ്റെ സന്ദേശം തുടരുന്നതിൽ നിന്ന് മാറി പിശാചിൻ്റെ കാൽപാദങ്ങളെ നിങ്ങൾ പിൻപറ്റിപ്പോകരുത്. ഹക്കിന്ന് മാറിപ്പോവുക, സത്യത്തിന്ന് വ്യതിചലിച്ചു പോകുക, ദീന് പഠിക്കാതെ പോകുക. അങ്ങനെ നീ നഷ്ടക്കാരനായി മാറരുത്. ആദ്യം ഇൽമുള്ളവനായി മാറുക. 2, നമ്മൾ നല്ല അമലിൻ്റെ ആളുകളായി മാറുക. പഠിച്ച് മനസ്സിലാക്കിയ ഇൽമ അടിസ്ഥാനത്തിൽ നമ്മുടെ വിശ്വാസകാര്യങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങളെല്ലാം പഠിച്ചിട്ട് അത് പ്രവർത്തിക്കുന്നവരായി മാറുക. 3, ആ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക. അതാണ് ഈ തസ്ഫിയ. നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ പ്രവർത്തിക്കുന്ന നന്മയിലേക്ക് അത് പറഞ്ഞു കൊടുക്കാൻ, എത്തിച്ചു കൊടുക്കുക എന്നുള്ള ബാധ്യത. 4, വസ്വബറു അലല്ലദാ, ആ രംഗത്ത് എന്ത് വിഷമങ്ങളുണ്ടായാലും, ഇൽമിൻ്റെയും അമലിൻ്റെയും ദഅവത്തിൻ്റെയും മേഖലയിൽ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടും വിഷമങ്ങൾ വന്നാലും വസ്വബർ അലൽ അദാ, നിന്റെ പ്രയാസങ്ങൾ നീ ക്ഷമിക്കുന്നവനായി മാറുക. മഹാരഥന്മാരായ ഉലമാക്കന്മാർ, മുഫസ്സിരീങ്ങൾ പറയാണ്, നരകത്തുനിന്ന് രക്ഷപ്പെടുത്താന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇമാം ഖതാദ റഹ്മഹുള്ള പറയാണ്, തഅ്മുറുഹും ബിത്വാഅത്തില്ലാഹ്, കുടുംബക്കാരോട് അള്ളാഹനെ അനുസരിക്കാൻ പറയണം. അതായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രിയപ്പെട്ട മോനോട് പറഞ്ഞത്. അതായിരുന്നു പ്രിയപ്പെട്ട ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വാപ്പാനോട് പറഞ്ഞത്. അതായിരുന്നു ലൂത്ത് നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം രണ്ടുപേരും അവരുടെ ഭാര്യമാരോടൊക്കെ പറഞ്ഞു കൊടുത്തത്, അള്ളാഹനെ അനുസരിക്കണേ, നിങ്ങൾ താന്തോന്നികളായി ധിക്കാരികളായി നടക്കരുത്. വലാ തകും മഅൽ കാഫിരീൻ, അമ്പിയാക്കന്മാരുടെ പ്രിയപ്പെട്ട ബന്ധുക്കളോട് പോലും, രക്തത്തിലുള്ള ആളുകളോട് പോലും അവർക്ക് വസിയ്യത്തും താക്കീതും കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബൂ ത്വാലിബിന്റെ അടുത്ത് വന്ന ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സന്ദേശങ്ങൾ നമ്മൾ കേട്ടവരാണ്. മരിക്കുന്നതിൻ്റെ നിമിഷങ്ങൾക്ക് മുമ്പ് പോലും യാ അമ്മി ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മരിക്കാൻ സമയത്ത് നിങ്ങൾ തൗഹീദ, മരിക്കാൻ സമയത്ത് നിങ്ങൾക്ക് ഉപദേശമാണോ? അതേ, ആ ഉപദേശത്തിന് പ്രസക്തിയുള്ളതാണ്. തഅ്മുറുഹും ബിത്വാഅത്തില്ലാഹ്, അല്ലാഹനെ അനുസരിക്കാൻ കൽപ്പിക്കണം. വതൻഹാഹും അൻ മഅസിയത്തില്ലാഹ്, അല്ലാഹനെ ധിക്കരിക്കുന്നതിൽ നിന്ന് അവരെ തടുക്കുകയും വേണം. ദീനില്ല, മതം വേണ്ട, മതം പ്രശ്നമാണെന്ന് പറയുന്ന ആൾക്കാർ, കല്യാണം വേണ്ട, കല്യാണമൊന്നും വേണമെന്നില്ല എന്ന് വാശി പിടിക്കുന്ന കുറേ ആൾക്കാർ, പിന്നെയോ നിസ്കാരമൊന്നും വേണമെന്നില്ല, പിന്നെ കുറേ അവനവൻ്റെതായ ഇച്ഛകളും ഇഷ്ടങ്ങളും അനുസരിച്ച് സ്വതന്ത്രമായി കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഒട്ടനേകം പുതിയ പുതിയ തലമുറയിലെ നല്ലവരായ മിടുക്കരായ കഴിവുള്ള ഭൗതികമായ നല്ല വിദ്യാഭ്യാസമുള്ളവർ വരെ അള്ളാഹനെ ധിക്കരിക്കുന്നതിൽ മിടുക്കരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ അല്ലാമ നാസിറു സഅദ് റഹ്മത്തുള്ളാഹി അലൈഹി ഒന്നുകൂടി പറഞ്ഞു, അമായഹ്മാലുൽ ഔലാദ്, മക്കളുടെ കാര്യത്തിലെ ദീന് നോക്കാതെ, ഹക്കും ബാത്തിലും നോക്കാതെ, അവരുടെ കാര്യം ശ്രദ്ധിക്കാതെ പോയാൽ ഫളററുൻ കസീർ, അത് വലിയ ദോഷം ഉണ്ടാക്കും. നമ്മൾ മരിച്ചാൽ നമ്മുടെ ഖബറിങ്ങൽ ആളുണ്ടാവില്ല. നമ്മൾ മരിച്ചാൽ അതിൻ്റെ സങ്കടം മാറാൻ അവൻ പുതിയ പുതിയ സാധനങ്ങൾ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. വീട്ടിൽ ആളുകൂടുമ്പോൾ ആരോടും മിണ്ടാതെ മൗനിയായി വീടിൻ്റെ മൂലയിലിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളുണ്ടാകും. ശ്രദ്ധിക്കണം. ഫളററുൻ കസീർ വഖതറുഹു ഖതീറുൻ, മാരകമായ അപകടമായിരിക്കും മക്കളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത്. ഈ സദസ്സിൽ കുറേ ചെറുപ്പക്കാരുണ്ട്, കുറച്ചൊക്കെ പ്രായമുള്ളവരുണ്ട്. 8ാം ക്ലാസ്സുകാർ ഇവിടെ ഉണ്ടോ? 10ാം ക്ലാസ്സുകാർ ഇവിടെ ഉണ്ടോ? നമ്മുടെ സദസ്സിൽ +2കാരുണ്ടോ? ഒന്ന് കൂട്ടി വായിച്ചു നോക്കി നിങ്ങൾ. അവരൊക്കെ വേറെ ഏതൊക്കെയോ ഓട്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കൾ പോലും ഇതാണ് അവസ്ഥയെങ്കിൽ ഇതൊന്നും കേൾക്കാത്ത, ചിന്തിക്കാത്തവൻ്റെ അവസ്ഥ, ദുരവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിച്ച് നോക്ക്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മർറൂഹും ബിൽ മഅറൂഫി, നല്ലത് പറഞ്ഞു കൊടുക്ക്. അതിന് ഉസ്താദാവണമെന്നില്ല, ബിരുദം വേണമെന്നില്ല, നിനക്കറിയുന്ന നന്മ പറഞ്ഞു കൊടുക്ക്. വതൻഹാ വൻഹൗഹും അനിൽ മുൻകരി, അവരിൽ എന്തെങ്കിലും ദോഷങ്ങളും തെറ്റുകളും ഒക്കെ കാണുമ്പോൾ നീ അവരെ തടുക്കാൻ നോക്കണം. അത് ഭാര്യയായാലും ആരായിരുന്നാലും. വലാ തദഊഹും ഹമലാ,
ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ, ഞാൻ ഇപ്പം എന്താ ചെയ്യണ്, എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിഞ്ഞ് ചാടി മാറി ഇരുന്നാ പോരാ. നീ ഗൗരവത്തോടെ കാണണം. അവരെ നരകത്തിന്റെ തീ തിന്നുന്നതിനെ നീ പേടിക്കണം. ഇതാണ് കുടുംബത്തിനെ രക്ഷിക്കാന്ന് പറഞ്ഞ. ആ അവസ്ഥയിലേക്ക് വരാൻ നമ്മളും നമ്മുടെ പ്രിയപ്പെട്ടവരും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനാണ് ലോകത്ത് വന്ന സകല അമ്പിയാക്കന്മാരും ആ മാറ്റം കണ്ടുകൊണ്ടാണ് അവിടുന്ന് എല്ലാ ജനവിഭാഗങ്ങളും ആ നാട്ടുകാരോട് അമ്പിയാക്കന്മാർ യാ ഖൗമി, ജനങ്ങളേന്ന് വിളിച്ചിട്ട് എന്താ ഉപദേശിക്കാനുള്ളത്? ഞങ്ങൾ നബിമാരാണ്, ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം പറഞ്ഞില്ല. അത് വേണോ വേണ്ടെന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വന്നത്. അവരുടെ ലക്ഷ്യമേതായിരുന്നു? ജനങ്ങളെ, ഞങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നുണ്ട്, എല്ലാവരും ഞങ്ങൾക്ക് ഷെയർ തരണം അറിഞ്ഞില്ല. ഒരൊറ്റ വലിയ ദൗത്യത്തിനാ വന്നിരിക്കുന്നത്. യാ ഖൗമി, ജനങ്ങളെ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ ആരാധിക്കണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ വേറെ ഒരു ഇലാഹില്ല. ഇതിനാ നബിമാർ വന്നത്. ഇപ്പൊ ഈ പുത്തുപാട് അങ്ങാടിയിലുള്ള ആൾക്കാർ ഇപ്പോഴും പുറത്തു നിന്നിട്ട് പീടിന്റെ മരത്തൊന്ന് പറയണ്ടാവും, ഈ ചങ്ങായിമാർക്ക് ഇപ്പോഴും തന്നെ പറയാള്, ഇവക്ക് ഇപ്പൊരു തൗഹീദും ഈ തന്നെ പറയാനുള്ളൂ. ഇത് അന്നത്തെ കാലഘട്ടത്തിൽ അമ്പിയാക്കന്മാര് സംസാരിച്ചിട്ട് അടുത്ത വാക്ക് എന്താ അറിയോ? വമാസലുക്കും അലൈഹി മിൻ അജ്ർ, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് യാതൊരു പ്രതിഫലവും ചോദിക്കൂല. അങ്ങനെ ഞങ്ങൾ അതിന് വന്നതല്ല, എന്തെങ്കിലും ഉണ്ടാക്കാൻ വന്നവരല്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ ദീനി വിറ്റ് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പുതിയ പുതിയ സ്വലാത്ത് ഉണ്ടാക്കും, അത് പുതിയ പുതിയ വരുമാനം ഉണ്ടാക്കും. പുതിയ പുതിയ ദിക്ർ വാർഷിക ഉണ്ടാക്കും, പുതിയ പുതിയ വരുമാനം ഉണ്ടാക്കും. ഒരു ജാറം കിട്ടിയാൽ മതി, അവിടെ പെട്ടി ഉണ്ടാകും. സയാമി സിരട്ടകളെ പോലെ ഒരു മക്കാമുണ്ടോ, അതിൻ്റെ കൂടെ അവിടെ പെട്ടി ഉണ്ടാകും. പെട്ടിയുണ്ടോ, അവിടെ മക്കാമുണ്ടാകും. ഒക്കെ വരുമാനം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. എന്തൊക്കെ സ്വലാത്ത് വരെ ഇസ്ലാമിലെ സുന്നത്തായ ശക്തമായ മഹത്തരമായ പ്രതിഫലം നിശ്ചയിച്ച സ്വലാത്ത് വരെ വിറ്റഴിക്കപ്പെട്ടിരിക്കുന്ന പുതിയ കാലഘട്ടം ഒന്ന് വായിച്ചു നോക്ക്. നമ്മൾ ഓരോരുത്തരും അവനവനുണ്ട് ഉണ്ടാക്കുക. അതിൽ ആളിയും കൂട്ടി നടക്കുക. അതിന് കൊടിമരത്തിന് കൊടിമരം, അതിന് നൂല് വേണ്ടവർക്ക് നൂല്, എത്തിയും കുട്ടികളെ കെട്ടിക്കുന്നുണ്ടെന്ന് പേരും പറഞ്ഞാൽ പിന്നെ എന്തും ചെയ്യാനുള്ള അവസ്ഥ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുക. ശരി, ഞാൻ പറഞ്ഞു വന്നത് അമ്പിയാക്കന്മാർ ഏറെ ഗൗരവത്തോടെ പറഞ്ഞ വാക്ക് ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, എന്നെ ആരാധിക്കണമെന്ന സന്ദേശമല്ലാതെ അല്ലാഹു തആല എല്ലാ നബിമാരോടും പറയാൻ പറഞ്ഞ കൽപ്പന വേറെ ഇല്ല. അതുകൊണ്ടാണ് നൂഹ് നബി അലൈഹിസ്സലാം അടക്കമുള്ളവർ സൂറത്തു ശുഅറാ വായിച്ചു നോക്ക്. ഫത്തഖുല്ലാഹ്, അല്ലാഹനെ സൂക്ഷിക്കണേ. വഅതീഊൻ, പ്രവാചകനായ ഞാൻ പറയുന്നത് അനുസരിക്കണേ. ഇത് പറയണം, ഇത് പഠിപ്പിക്കണം. എന്തുകൊണ്ടാണ് ഇത് പറയേണ്ടി വന്നത്? നബിമാർക്ക് അതാത് നാടുകളിൽ പലതിനെയും ആരാധിക്കുന്ന പ്രകൃതി ഉണ്ടായിരുന്നു. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ആരെ ആരാധിച്ചെന്നറിയോ? സ്വാലിഹീങ്ങളായിരുന്ന 5 മനുഷ്യന്മാരെ. ആദം നബി അലൈഹിസ്സലാമിന്റെ തലമുറ കഴിഞ്ഞ് 10 തലമുറ കഴിഞ്ഞിട്ട് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഖൗമ് വന്നപ്പോൾ അവർക്കിടയിൽ ജീവിച്ചുപോയ നല്ലവരായ മനുഷ്യന്മാരെയാണ് പിൽക്കാലത്ത് ആരാധിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് ആദ്യത്തെ റസൂലായി നൂഹ് നബി അലൈഹിസ്സലാം അവരുടെ ഇടയിലേക്ക് കയറി ചെന്നു. എത്ര കൊല്ലം? 950 കൊല്ലം. നമുക്കൊക്കെ 2 പരിപാടി വെച്ചാൽ മനം മടുക്കൂലേ? ഈ വയലിൽ ഇപ്പോൾ 9 മണിക്ക് അപ്പുറം നീണ്ടുപോയാൽ ഞങ്ങൾ സമയത്ത് നോക്കൂലേ? ഞങ്ങൾ എൻ്റെ മുഖത്തേക്ക് തുറപ്പിച്ച് നോക്കാൻ തുടങ്ങൂലേ? 950 കൊല്ലം വയൽ പറഞ്ഞിട്ട് മടുക്കാത്തൊരു നബി നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇതെന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങിക്കോളി, അല്ലാഹ് എല്ലാം പുറത്തു തരുന്നവനാണ്. അല്ലാഹുവിലേക്കാണ് വിളിക്കുന്നത്, പടച്ചോനെ ആരാധിക്കാനാണ് വിളിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വാപ്പ ആരായിരുന്നു? ഇബ്രാഹിം നബി പറയാണ്, ഞാൻ നിങ്ങൾ പറയണതൊന്നും അനുസരിക്കൂല, വഹിയൊന്നും എനിക്ക് വേണ്ട, ഞാൻ വാപ്പക്കാരണോമാര് പറയണത് അങ്ങനെ ചെയ്തു പോകാൻ പോവാണ്. എന്നാൽ ഏതാ ചെയ്യേണ്ടത്? ഇബ്രാഹിം നബിന്റെ വാപ്പക്കാരണോമാർ ചെയ്തതിന് വിഗ്രഹാരാധനയായിരുന്നു. അപ്പൊ ഇബ്രാഹിം നബി എന്താ ചെയ്യേണ്ടത്? അടുത്ത വിഗ്രഹം ഉണ്ടാക്കിയിട്ട് കൊണ്ടു നടക്കാൻ വേണ്ടിയിരുന്നത്. ഇബ്രാഹിം നബി ബുദ്ധിയുള്ള മനുഷ്യനായിരുന്നു, അവ്വാഹുൻ ഹലീം, വിവേകമുള്ള മനുഷ്യനായിരുന്നു. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീലാ, അല്ലാഹ് ഖലീലായി സ്വീകരിച്ച അനുസരണയുള്ള അള്ളാന്റെ അടിമയായിരുന്നു.
വാപ്പാനോട് ചെന്ന് പറയാണ്, ബാപ്പ എന്നതൊന്നും അവിടെ പ്രശ്നമല്ല, തൗഹീദാണ് അവിടെ പ്രധാനം. യാ അബതി, എൻ്റെ പ്രിയപ്പെട്ട ബാപ്പ, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. ഉപകാര ഉപദ്രവം ചെയ്യാൻ പറ്റാത്ത വസ്തുക്കളെ എന്തിനാ വാപ്പ നിങ്ങൾ ആരാധിക്കുന്നത്? ഇത് പറഞ്ഞിട്ടുണ്ട്, ബാപ്പാനോട് പറഞ്ഞിട്ടുണ്ട്. സഫാ കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് പ്രിയപ്പെട്ട കുടുംബക്കാരെ മൊത്തം വിളിച്ചു വരുത്തിയിട്ട് നബിതങ്ങളും പറഞ്ഞു, നമുക്കൊറ്റ ഇലാഹയുള്ളൂ. ഉടൻ കുടുംബക്കാരെല്ലാവരും പറയാണ്, തബ്ബല്ലക്കയാ മുഹമ്മദ് അലിഹാദാ ജമഅതന. അബൂലഹബ് എന്ന പ്രിയപ്പെട്ട കുടുംബക്കാരനായിരുന്ന ആള് അന്ന് മുതൽ ശത്രുവായി മാറുകയാണ്. നിങ്ങൾ എന്ത് വർത്താനാ പറയുന്നത്? ഇത് പറയാനാണോ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്? മുഹമ്മദേ നിനക്ക് നാശമെന്ന് അബൂലഹബ് എഴുന്നേറ്റു ചാടി വീണു. എത്ര അപകടങ്ങളായി, എത്ര കൊലപാതകത്തിന് ശ്രമിച്ചിട്ടുണ്ട് നബിതങ്ങളെ. എന്ത് പഠിപ്പിച്ചിട്ടാ? കള്ളു കുടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. വ്യഭിചരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. തമ്മു തല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഏകനായ സൃഷ്ടാവായ അള്ളാനെ ആരാധിക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നബിനെ പറ്റി അവരെന്താ പറഞ്ഞിരിക്കുന്നത്? ബിമജ്നൂൻ, ഭ്രാന്തനാണ്. അങ്ങനെ ഉണ്ടാവും. നമ്മളെ മുഖത്ത് നോക്കിയിട്ട് ഒരാൾ ഭ്രാന്തനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അയാളെ വിടുവോ എന്ന് നബിതങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. ബിശാഇരിൻ, ഒരു കവിയാണ്. നബിനെ പറ്റി ഒരു പറഞ്ഞു. ബിസാഹിരിൻ, ഒരു സാഹിറാണ്, മായാജാലം കാണിക്കുന്ന ആളാണ്. എന്തൊക്കെയോ അറബിയിൽ ഇങ്ങനെ വെറുവിറുക്കുകയാണ്. എന്തൊക്കെ വർത്താനം പറഞ്ഞു. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, ഇല്ലാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. നിങ്ങൾ വിചാരിച്ച അത്ഭുതങ്ങളൊന്നുമല്ല. ഇത് സിഹിറിൻ്റെതല്ല, ഇത് കവിയുടേതല്ല, ഇത് ഭ്രാന്ത് പിടിച്ചതൊന്നല്ല. വഹിയിൻ്റെ അടിസ്ഥാനത്തിലാ നബിതങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് നമ്മളോട് പറഞ്ഞത് ആ ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കണം. അവസാന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ 23 കൊല്ലക്കാലം കൊണ്ട് ആ മതം പൂർത്തിയാക്കുന്ന സമയത്തും അവിടുന്ന് പഠിപ്പിക്കുന്നത് എന്താണ്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും നബിതങ്ങൾ പഠിപ്പിച്ചതുപോലെ ഓരോ കർമാനുഷ്ഠാനങ്ങളും പാലിച്ച് ജീവിക്കാൻ. ഹജ്ജ് പഠിപ്പിക്കാൻ ബാക്കിയുണ്ടായിരുന്നു. അവസാനം ഹജ്ജിന് പോയി. മരിക്കുന്നതിന് മുമ്പത്തെ അവസാനത്തെ ഹജ്ജും പഠിപ്പിച്ചു കൊടുത്തു. അത് പറയുന്നതിന് മുമ്പ് പറയാണ്, ഖുദൂ അന്നീ മനാസികക്കും, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണം. എവിടുന്നാണ് ഒരു മനുഷ്യൻ അനുഷ്ഠാനങ്ങൾ പഠിക്കേണ്ടത്? നിസ്കാരം എവിടുന്നാണ് പഠിക്കേണ്ടത്? ജുമുഅ എവിടുന്നാണ് മനസ്സിലാക്കേണ്ടത്? നോമ്പിൻ്റെ ഷർത്തുകളും മതബുകളും എവിടുന്നാണ് പഠിക്കേണ്ടത്? നബിയിൽ നിന്ന് പഠിക്കണം. അപ്പോഴാണ് ഹദീസിൻ്റെ പ്രസക്തി ഇങ്ങനെ ശരിക്കും നമുക്ക് ബോധ്യപ്പെടുക എന്ന് പറഞ്ഞത്. അങ്ങനെ ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതത്തിൽ അടിയന്തിരമായി പഠിക്കേണ്ടുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കണം. അതോടൊപ്പം തന്നെ അമ്പിയാക്കന്മാർ ഈ ആരാധനയുടെ ഭാഗമായ മറ്റൊരു കാര്യവും ഒരാൾക്കും പകുത്തു കൊടുക്കാൻ സമ്മതിച്ചിട്ടില്ല. ആരാധനയിലെ പ്രധാനപ്പെട്ട കാര്യം കാമ്പേതാണ്, മജ്ജയേതാണ്? അദ്ദുആ, പ്രാർത്ഥനയാണ്. എല്ലാ ഇബാദത്തിൻ്റെയും അടിത്തറ എന്താണ്? പടച്ചോനെ ഇത് സ്വീകരിക്കണേ എന്നുള്ള വികാരമാണ്. അതുകൊണ്ട് പ്രാർത്ഥന എന്നത് ആരാധനയുടെ മജ്ജയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രാർത്ഥന അള്ളാഹിനോട് മാത്രമേ പറ്റുകയുള്ളൂ. ലോകത്ത് വന്ന അമ്പിയാക്കന്മാരെല്ലാം അവരുടെ വിഷമങ്ങളിൽ, പ്രയാസങ്ങളിൽ അള്ളാഹിനോട് നേരിട്ട് പ്രാർത്ഥിച്ചവരായിരുന്നു. നിങ്ങൾ എവിടെയെങ്കിലും ഒരു പ്രാർത്ഥന ഹക്ക് ജാഹ് ബർക്കത്ത് എന്നൊരു വാക്കുണ്ടോ ഖുർആനിൽ? ഇല്ല. ഇലാ ഹളറത്തി എന്നൊരു പ്രാർത്ഥന ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള പ്രാർത്ഥനക്കിടയിൽ ലോകിൻ്റെ അടുത്ത് കയറി ചെന്നിട്ടൊക്കെ പറഞ്ഞിട്ട് ഇലാ ഹദറത്തി എന്ന് പറഞ്ഞിട്ട് അല്ലാഹുമ്മ റബ്ബന്നാസ് ഉണ്ടോ? ഇല്ല. പള്ളി കയറുമ്പോൾ അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ റഹ്മത്തിക്കിൻ്റെ മുമ്പ് ഇലാ ഹദറത്തിൻ്റോ ഇന്നയാളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ റഹ്മത്തിക്കുണ്ടോ? ഇല്ല. എന്തല്ലാത്തത്? ഇസ്ലാമിൽ അതില്ല. 1400 കൊല്ലം മുമ്പ് വഹയിൻ്റെ അടിസ്ഥാനത്തിൽ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. പഠിച്ചോ? ഇമാം മാലിക്കിൻ്റെ മുവത്തെടുത്തോ? 6000-ലേറെ വേറെ ഹദീസ് ഉണ്ട്. ഒരു ഹദീസ് ഉണ്ടോ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് പ്രാർത്ഥന? ഇലാ ഹദറത്തി വിളിച്ച പ്രാർത്ഥന ഇല്ലേ? എന്താ ഇല്ലാത്തത്? അത് ഇസ്ലാമിൽ ഇല്ലാത്തതുകൊണ്ടാണ്. പിൽക്കാലത്ത് കയറി വന്ന പലതും ഇതിന് വിരുദ്ധമായി കടന്നു വന്നു. അമ്പിയാക്കന്മാർ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല, നബി തങ്ങളോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞു, ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഞാൻ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, ഒരാളോടും പങ്കു ചേർക്കൂല.
പിന്നെ പ്രത്യേകം പറഞ്ഞു പള്ളികൾ നല്ല ശ്രദ്ധിക്കണം. വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അല്ലാഹുക്കുള്ളതാ. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, പള്ളികളിൽ അല്ലാഹുവോടൊപ്പം ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. എന്താ നമ്മുടെ നാട്ടിലെ പള്ളികളുടെ അവസ്ഥ? പള്ളികളിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ട്? നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഒരു റമദാനിൻ്റെ 17-ൻ്റെ അന്ന് പുളിക്കലും ഐക്കരപ്പടിയും ഇങ്ങനെ കയറി ഇങ്ങനെ രാമനാട്ടുകര വഴിക്കൊന്ന് ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പോയി നോക്കിയും റമദാൻ 17-ൻ്റെ അന്നുള്ള പ്രാർത്ഥന എവിടേക്കാ പോണത്? റബ്ബനാ ളലംനാ അൻഫുസനാ എന്ന് കേൾക്കൂല, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ എന്നല്ല പറയാ. അവിടെ പറയുന്നത് മുഴുവൻ ബദരീങ്ങളെ ബറക്കത്തിനാൽ തുണയാക്കണം യാ റബ്ബനാ. ബദരീങ്ങള് റമദാനിൻ്റെ പകല് പട്ടിണി കിടന്നിട്ട് റബ്ബിനോട് പ്രാർത്ഥിച്ച് യുദ്ധം ചെയ്ത് മരിച്ചവരാണെങ്കിൽ നമ്മുടെ ജില്ലയിൽ ബദരിനെ സ്നേഹിക്കുന്ന ആൾക്കാർ നല്ല കിടുക്കാച്ചി പോത്തിനെ അറുത്തിട്ട് വരട്ടി ചെമ്പിലിട്ടിട്ട് നന്നായി അങ്ങ് ഭക്ഷണം കഴിച്ചിട്ട് അവരങ്ങ് സ്നേഹിച്ചു. എന്നിട്ട് ആരെങ്കിലും ഇതല്ല സ്നേഹം എന്ന് പറഞ്ഞാൽ അവൻ ഔലിയാക്കളില്ലാത്തവനാണ്, ഓൻ ഷഹീദ്മാരെ ബഹുമാനിക്കാത്തവനാണ്, ഓൻ ബദരീങ്ങളോട് ബഹുമാനമില്ലാത്തവനാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബദരീങ്ങൾ എന്തിനു വേണ്ടി യുദ്ധം ചെയ്തു? ഞങ്ങൾക്ക് മൗലിദ് നടത്താൻ വേണ്ടിയിട്ട് ഒരു ചങ്ങായി പറഞ്ഞ വാക്ക് കേട്ടിട്ടില്ലേ? അതിനു വേണ്ടി നടത്തിയതാത്രേ. സഹോദരങ്ങളെ, അതൊന്നും അല്ലട്ടോ. അള്ളാന്റെ ഖുർആൻ പറയാണ്, ആ ബദരീങ്ങൾ പോലും ആരോടാ പ്രാർത്ഥിച്ചതെന്നറിയോ? ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. നിങ്ങളുടെ ബദറിന്റെ സമയത്ത് അള്ളാനോട് ഇസ്തിഗാസ ചോദിച്ച് പ്രാർത്ഥിച്ചപ്പോ അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ, 1000 മലായികത്തുകളെ ഇറക്കി സഹായിച്ചു. ബദരീങ്ങൾ അള്ളാനോട് പ്രാർത്ഥിച്ചു. ഔലിയാക്കന്മാരിൽ മികച്ചവരെന്ന് വിളിക്കുന്ന അസ്ഹാബുൽ കഹ്ഫി എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്ന സൂറത്താണ്. 309 കൊല്ലം കിടത്തി ഉറക്കി ഗുഹന്റെ ഉള്ളിൽ ആ വലിയമാരായ ആളുകൾ ആരോടാ അവരുടെ ആ ഉള്ളിൽ കിടന്നിട്ട് പ്രാർത്ഥിക്കുന്നത്? നൂഹ് നബിയേ, യൂനുസ് നബിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട്, ഇദ്രീസ് നബിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട്. ഇല്ല, ഒരു വാക്ക് അൽ കഹ്ഫിൽ കാണൂല. അവര് പ്രാർത്ഥിച്ചത് റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യി ലനാ മിൻ അംരിനാ റശദ. ആർക്കും വായിക്കാ, കേരളത്തിലെ എല്ലാ പ്രസ്ഥാനക്കാർക്കും ഒറ്റ ഖുർആനുള്ളൂ. ആ ഖുർആനിൽ അൽ കഹ്ഫ് സൂറത്താ പറയുന്നത് റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ. ഖുർആനിൽ പറയാ അവർ റബ്ബിനോട് പ്രാർത്ഥിച്ചു. നമ്മൾ പള്ളികളുടെ അവസ്ഥ ഞാൻ പറഞ്ഞത്. റമദാന് അത് കഴിഞ്ഞ് റബീഉൽ അവ്വൽ വന്നാൽ പിന്നെ നബിൻ്റെ മദ്ഹ എന്ന് പറഞ്ഞുകൊണ്ട് ആ സാധുക്കളായ ആളുകൾ അറബി അറിയാതെ അതെന്തോ കാര്യപ്പെട്ട നല്ല എന്തോ മുത്തുമണിയാണെന്ന് വിചാരിച്ചിട്ട് അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫീക കദഹസൻതു ളന്നി യാ ബശീറു യാ നദീറു. നബിയേ, അങ്ങയുടെ അടിമയായ ഞാനിതാ, സാധുവായ ഞാനിതാ വന്നിരിക്കുന്നു നബിയേ. ഏത് നബിയാ? അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ എന്ന് പ്രഖ്യാപിച്ച നബിനോട് റബീഉൽ അവ്വൽ വന്നപ്പോൾ പള്ളിയിൽ മൈക്ക് കെട്ടിയിട്ട് വിളിച്ചു പറയുന്ന വാക്ക്, അങ്ങയുടെ സാധുവായ അടിമയായ ഞാനിതാ വന്നിരിക്കുന്നു, എനിക്ക് എന്താ വേണ്ടെന്നറിയോ? ഫളലകൽ ജമ്മൽ ഗഫീർ. പാപം പുറത്തു തരണം നബിയെ, എൻ്റെ പാപങ്ങൾ പുറത്തു തരണം. അസ്സലാമു അലൈക യാ മാഹി ദുനൂബി, അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി. പ്രയാസം മാറ്റിത്തരണം നബിയെ, വിഷമങ്ങൾ നീക്കിത്തരണം നബിയെ. ഇതിനെന്നല്ലേ ശിർക്ക് എന്ന് പറയണത്? ഇത് പറയണ എന്താ പ്രയാസമുള്ളത്? സാധുക്കളായ ആളുകൾ അറിയാതെ ചെയ്തു പോയതായിരിക്കും. ഇത് മാത്രമല്ല, അങ്ങ് അതിരുവിട്ട് ബാംഗ്ലൂരിലൊക്കെ ഒരു വർഷം കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ ശ്രീകൃഷ്ണ ജയന്തിക്ക് ശ്രീകൃഷ്ണനെ കൊണ്ട് നടക്കുന്നത് പോലെ യേശുക്രിസ്തുവിൻ്റെ ജന്മദിനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഉണ്ണിയേശുവിനെ ഉണ്ടാക്കിയതുപോലെ ബാംഗ്ലൂർ അങ്ങാടിയിൽ ഒരു റാലി നടന്നു. എന്നാ റബീഉൽ അവ്വലിൽ എന്താ റാലി? മീലാദ് റാലി. എന്താ നടന്നത്? ഉണ്ണി മുഹമ്മദിനെ ഉണ്ടാക്കി വെച്ചു. ഇങ്ങനത്തെ വേണ്ട എല്ലാം ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നടന്നു. വെല്ലിരുന്നാക്ക് അറക്കാത്ത പോത്ത് റബീഉൽ അവ്വൽ അറുത്തു. വെല്ലിരുന്നാക്ക് 4 പോത്ത്, റബീഉൽ അവ്വൽ 24 പോത്ത്. എന്താ പ്രശ്നം? നമുക്ക് വലുത് ഇതാണ്, അള്ള പറഞ്ഞതാണ്. നമ്മൾ അള്ള പറഞ്ഞതിനോടെ വെല്ലിരുന്നാളെ നമുക്ക് കാര്യം ഉണ്ടാവുക. എന്നാൽ ഇവിടെ ചില ആൾക്കാർക്ക് അത് വലിയ കാര്യം ഉണ്ടാവില്ല.
ഇനി ചിലയിടത്ത് ജീലാനിൻ്റെ അന്നേക്ക് 100 പോത്ത് 250 പോത്തൊക്കെ ഇറക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാൽ ബലിരുന്നാക്ക് ഇറക്കാനോ ഒറ്റ ആൾക്കാരൊക്കെ പാവങ്ങളാണ്. അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ച, അള്ളാഹു അല്ലാത്തവർക്കുള്ള ബലി ഗംഭീരമായി നടക്കുക. ഇങ്ങനെ എന്തെല്ലാം ആചാരങ്ങളാണ് ഇസ്ലാം എന്ന് തെറ്റിപ്പോകുന്ന വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ നമ്മൾ കാണുകയാണ്. സുഹൃത്തുക്കളെ, ഇതൊരു സുന്നി മുജാഹിദ് പ്രശ്നമല്ലെന്ന് മനസ്സിലാക്കിയിട്ട് ഇതൊരു പ്രാസ്ഥാനിക പ്രശ്നമല്ല, ഇതെന്തോ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുക. ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുവെങ്കിൽ ഇതിൻ്റെ ഹക്ക് എന്താന്ന് പഠിക്കുക. റബീഉൽ അവ്വൽ കഴിഞ്ഞ് റബീഉൽ ആഖിർ വന്നാൽ പിന്നീട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് വിളിക്കുന്നത് ആരെയാണ്? നബിനെയല്ല, ബദരീങ്ങളെയല്ല, വിളിക്കുന്നത് ബഗ്ദാദിൽ മറവ് ചെയ്യപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹിയാണ്. ബഗ്ദാദിലുള്ള മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്നുണ്ടോ? എന്തിനാ വിളിക്കുന്നത്? 1000 തവണ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കുത്തുബിയത്തുകാരൻ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 1000 തവണ വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടാക്കിയ ഗ്രന്ഥം എഴുതിയ ആള് സ്വന്തമായി പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു കിതാബ് വായിച്ചു തരാം. ഞാൻ വായിക്കുന്ന കിതാബ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന നല്ലവനായ മികച്ച ഒരു സ്വാലിഹായ മനുഷ്യൻ, ആ മനുഷ്യൻ എഴുതിയ കിതാബിന്റെ വരി ഫത്ഹുർ റബ്ബാനി എന്ന കിതാബ. പള്ളി ദർസിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്ക് തുറന്നു വെച്ച് വായിക്കാനാ ഞാൻ പറയുന്നത്. കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾക്ക് എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ പറയാൻ പറ്റും? ഫീ ഖൽബിക കമ്മിലാ, നിന്റെ മനസ്സിൽ വേറെ ഒരുപാട് ഇലാഹുണ്ട്. ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. നിന്റെ കൽബിൻ്റെ ഉള്ളിൽ വേറെ ചില ഇലാഹുമാരുണ്ട്. കുല്ലു ഷൈഇൻ തഅ്തമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹ്, അല്ലാഹു വല്ലാത്ത വല്ലതിനെയും നീ അഭയം പ്രാപിക്കുന്നുണ്ടെങ്കിൽ ഫഹുവ സ്വനമുക, അത് നിന്റെ വിഗ്രഹമാണ്. ലയംഫഉക തൗഹീദുൽ ലിസാൻ, നാവ് കൊണ്ട് തൗഹീദ് പറഞ്ഞിട്ട് കാര്യമില്ല. മാ ശിർക്കിൽ ഖൽബി, കൽബിൻ്റെ ഉള്ളിൽ ശിർക്ക് വെച്ചിട്ട്. മുഹിയുദ്ദീൻ ഷെയ്ഖ് സ്വന്തമായിട്ട് എഴുതിയ പുസ്തകമാണ് പറയുന്നത്, അത് ഒറിജിനൽ കിതാബാണ്. ലാ യൻഫഉക തുഹാറത്തുൽ ഖൽബി മഅ നജാസത്തിൽ ഖൽബി, കൽബ് ഉള്ളിൽ നജസ് വെച്ചിട്ട് വൃത്തിയാക്കാൻ പറ്റില്ല, നജസ് ഒഴിവാക്കിയാലേ വൃത്തിയാക്കാൻ പറ്റുള്ളൂ. മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഫുതൂഹുൽ ഗൈബിൽ പറയാണ്, വലൈസ ശിർക്ക്, ശിർക്ക് എന്ന് പറഞ്ഞാൽ അല്ല അൻ തഅബുദൽ അസ്നാമ, ഏതെങ്കിലും ഒരു ജീവനില്ലാത്ത പ്രതിമ ഉണ്ടാക്കിയിട്ട് ആ പ്രതിമയെ ആരാധിക്കുന്നത് മാത്രമല്ല, വഅൻ തഖ്താറ മഅ റബ്ബിക ഷൈഇൻ, നിന്റെ റബ്ബിന്റെ കൂടെ നീ ഏതെങ്കിലും ഒരു വ്യക്തിനെ ശക്തിനെ കാണുകയാണ്, സിവാഹു സമമായിട്ട്, ഫീ ഹാലത്തിൽ ബലിയ, നിന്റെ ഒരു വിഷമഘട്ടത്തിൽ ഇന്നയാൾക്കൊരു കണിക്ക കൊടുത്താൽ, ഇന്ന സ്ഥലത്തൊരു ജാറമോടിയാൽ, ഇന്ന സ്ഥലത്തൊരു പൈസ ഇട്ടാൽ, ഇന്നയാളെ വിളിച്ചാൽ എൻ്റെ പ്രയാസം മാറുമെന്ന് നീ കൊണ്ടുവന്നാൽ അതും നിന്റെ വിഗ്രഹപൂജയുടെ ഭാഗമാണ്. എൻ്റെ വാക്കല്ല, എൻ്റെ മേലേക്ക് വരരുത്. ഫുതൂഹുൽ ഗൈബിൽ നിന്നാണ്, മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി എഴുതിയ കിതാബാണ്. ഇനി വേണമെങ്കിൽ 3ാമത്തെ കിതാബും പഠിക്കാത്തവർക്ക് പഠിക്കാൻ, കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. മുഹിയുദ്ദീൻ മാല കേട്ടിട്ടുണ്ട്, മുഹിയുദ്ദീൻ മാലയും കുത്തുബിയത്തും കേട്ടിട്ടുണ്ട്. സ്വന്തമായി ഷെയ്ഖ് എഴുതിയ കിതാബ് വായിക്കാത്തവർക്ക് വേണ്ടിയാണ്. ഫത്ഹുർ റബ്ബാനിയിൽ പറയാണ്, ഇജ്അൽ ഖൽബക മസ്ജിദ, നിന്റെ പള്ളി, നിന്റെ കൽബിനെ പള്ളിയാക്കി നീ കൊണ്ട് നടക്കണം. കൽബിനെ പള്ളിയാക്കുക എന്ന് പറഞ്ഞാൽ അല്ല പറഞ്ഞില്ലേ, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, നിന്റെ കൽബിൽ അല്ലാഹുവോടല്ലാത്തൊരു പ്രാർത്ഥന വരരുത്. ഇത് പഠിപ്പിച്ച ഈ മഹാവ്യക്തിയുടെ കാലശേഷങ്ങൾ കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ കാണാത്ത, അദ്ദേഹത്തിൻ്റെ നൂറ്റാണ്ടിൽ ജീവിക്കാത്ത, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് വേറെ ഒരാൾ വന്നിട്ട് പുതിയൊരു ഗ്രന്ഥം ഉണ്ടാക്കി. ഇതൊന്നുമല്ല ഗ്രന്ഥം, അതേതാ? മുഹിയുദ്ദീൻ മാല. അതിൻ്റെ പഴക്കം എത്രയാണ്? 400 കൊല്ലം. ഷെയ്ഖ് മരിച്ചിട്ട് നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ആ മനുഷ്യൻ ജനിക്കുന്നത്, എഴുതിയ ആൾ ജനിക്കുന്നത്. കണ്ടിട്ട് പോലുമില്ല. എന്നിട്ട് അങ്ങോട്ട് കെട്ടി അങ്ങോട്ട് എഴുതിയുണ്ടാക്കി. കുത്തുബിയത്തുകാരൻ, കായൽ പട്ടണത്തുകാരൻ, സ്വദഖത്തുല്ലാഹിൽ കാഹിരി തമിഴ്നാട്ടുകാരനാണ്. അയാൾ ബഗ്ദാദിൽ ഷെയ്ഖിന് യാതൊരു പരിചയമില്ല. എന്നിട്ട് അങ്ങോട്ട് എഴുതി ഉണ്ടാക്കി അങ്ങോട്ട് അച്ചടിച്ചു. എന്താ പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നത്? ഖാദിരിയ ത്വരീഖത്തുകാരൻ മാലയിൽ എഴുതി വെച്ചു, 400 കൊല്ലം പഴക്കമുള്ള മുഹിയുദ്ദീൻ മാല. കല്യാണം നടക്കണമെങ്കിൽ പണ്ട് കാലത്ത് മുഹിയുദ്ദീൻ മാല പഠിക്കണം എന്നുള്ള നിയ്യത്തുള്ള കാലമായിരുന്നു. അതുണ്ടെങ്കിലേ നടക്കുന്നുള്ള കാലം ഉണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, മൊഴിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ ന്യായം കൊടുക്കുമേ. നിങ്ങൾ ആലോചിക്കണ്ടോ?
ഖുർആന് തെറ്റുകൂടാതെ പാരായണം ചെയ്തവർക്ക് സ്വർഗത്തിൽ മാളികണ്ടെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. എന്നാൽ മുഹിയുദ്ദീൻ മാല തെറ്റുകൂടാതെ നല്ല മഹ്റജിലും തജ്വീദിലുമൊക്കെ ഓതിയാൽ ചൊല്ലിയാൽ സ്വർഗത്തിൽ ഒരു മാളിക തരാമെന്ന് ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ടത്രേ. ഇതില്ലാത്ത കളവാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അത്ര പോരിശ അതിനില്ല. ഖുർആനിനേക്കാട്ടിലും ഹദീസിനേക്കാട്ടിലും പോരിശേ. ഒരു തവണ അങ്ങോട്ട് തെറ്റുകൂടാതെ പാരായണം ചെയ്താൽ അത് കിട്ടുമെന്നാണ് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഖാദിരിയ ത്വരീഖത്തുകാർ കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കുകയാണ്. എന്നിട്ട് ജനങ്ങൾ ഇത് വിശ്വസിക്കാൻ, ജനങ്ങൾ ഈ മനുഷ്യനെ പറ്റിയിട്ട് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കണമെങ്കിൽ കറാമത്ത് വേണം. അതിന് ത്വരീഖത്തുകാർ തമ്മിൽ മത്സരമാണ്. പറഞ്ഞ് കറാമത്ത് പ്രചരിപ്പിക്കുകയാണ്. കനിയില്ല കാലത്തെ കനിയെ കൊടുത്തോവർ, കാഞ്ഞ മരത്തിലും കായ നിറച്ചോവർ. മനസ്സിലായില്ല? അതിൽ അതിൻ്റെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആൻ പരിഭാഷ ഹറാമെന്ന് പറഞ്ഞ ആൾക്കാർ, പക്ഷെ മുഹിയുദ്ദീൻ മാലിക്ക് കണ്ടമാനം പരിഭാഷ ഉണ്ട്. ആ പരിഭാഷയിൽ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: മുഹിയുദ്ദീൻ ഷെയ്ഖ് കായ്കനികളില്ലാത്ത കാലത്ത് കായ്കനികൾ നൽകി ഉണങ്ങിയ മരത്തിലും പഴം നിറച്ചിട്ടുണ്ട്. മാങ്ങല്ലാത്ത സീസണിൽ നിറച്ചു മാങ്ങ, ഉണങ്ങി വരണ്ട കാലഘട്ടത്തിൽ നല്ല പച്ച മരങ്ങളാക്കി പഴങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. ഇതൊക്കെ മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെ കറാമത്താണ് എന്ന് പഠിപ്പിച്ച് ഞങ്ങൾ പറയാം. അപ്പോൾ റിഫായി മാലക്കാരൻ പറയണം, അതൊക്കെ എന്ത്, നമ്മളടുത്ത് അതിനേക്കാൾ വലുതുണ്ട്. കനിയും അത് നാട്ട് തീയും വളം വേച്ച് അക്കനി എല്ലാവർക്കും തിന്മാൻ കൊടുത്തോവർ. ഇനി മത്സരമാണ്, ഇവർ തമ്മിൽ തല്ലി മത്സരിക്കുകയാണ്. അതെന്താ? റിഫായി ഷെയ്ഖ് പഴം നട്ടു, ഒറ്റ മിനിറ്റിൽ കൊണ്ടുപോയിട്ട് തയ്യങ്ങട് നട്ടു. അടുത്ത സെക്കൻഡിൽ വളമായി, അടുത്ത സെക്കൻഡിൽ അത് കത്തിച്ചു, അടുത്ത സെക്കൻഡിൽ മരം വലുതായി, പിന്നെ അതിൽ നിന്ന് പഴമുണ്ടായി. നിമിഷ നേരം കൊണ്ട് വാരിക്കോരി കൊടുത്തു. AI ഉണ്ടാക്കിയതല്ല, ഇത് കിതാബിൽ എഴുതി വെച്ചിട്ടാണ്. ഇത് പോരിശയാക്കപ്പെട്ട 313 വക മൗലിദിന്റെ കിതാബിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഒറ്റ നിമിഷം കൊണ്ട് ഇതൊക്കെ പെട്ടെന്ന് നടന്നു എന്നാണ് പറയുന്നത്. ഇനി ഓരോന്നിനും പറഞ്ഞ് ഷെയ്ഖിനോട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന പോരിശകൾ ഉണ്ടാക്കിയിട്ട് ഓരോന്ന് കൊടുക്കുക. കണ്ണിൽ കാണാത്തതും കൽവകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടി പറഞ്ഞോവർ. ഹൃദയത്തിനകത്തുള്ള സകല രഹസ്യങ്ങളും അള്ളാഹ് അറിയുന്ന പഠിച്ചു വെച്ചാൽ നമ്മളൊക്കെ. എന്നാൽ ഇവിടെ പഠിപ്പിക്കുന്നത് മുഹിയുദ്ദീൻ ഷെയ്ഖ് അറിയുമെന്നാണ്. ഓരോ രംഗവും ഇവരിങ്ങനെ പറഞ്ഞ് മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കുത്തുബിയത്തുകാരൻ 12 റക്അത്ത് നിസ്കരിച്ച്, ഒളുവോടെ നിസ്കരിച്ച്, ഭവ്യതയോടെ ഭക്തി പുരസ്സരം അവിടെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് വിളിക്കണം 1000 തവണ. എന്താ വിളിക്കേണ്ടത്? യാ സയ്യിദി സനദി. പരിശോധിക്കാം, കുത്തുബിയത്തിലാണ്. യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ളഹീറൻ അലൽ അദാഇ ബിൽ മദദി. എൻ്റെ സയ്യിദേ, എൻ്റെ അവലംബമേ, എൻ്റെ സഹായമേ, ശത്രുക്കൾക്കെതിരിൽ എന്നെ സഹായിക്കണം മുഹിയുദ്ദീൻ ഷെയ്ഖേ. മുജീറ ഇർദി വഖുദ് ബിയദി, എൻ്റെ കൈ പിടിച്ചെന്നെ രക്ഷപ്പെടുത്തണം മുഹിയുദ്ദീൻ ഷെയ്ഖേ. ഈ സാധുക്കൾ എന്താ വിചാരിക്കുന്നത്? ഇത് അറബിയിലായതുകൊണ്ട് ഇതെന്തോ എന്തോ ഒരു പ്രാർത്ഥനയാണ്, അള്ളാഹിനോട് എന്തോ പറയാമെന്ന് വിചാരിക്കുക. അല്ല, ഇത് വമ്പൻ അബദ്ധത്തിലേക്കാ കൊണ്ടുപോണത്. എന്നിട്ട് വീണ്ടും പറയാണ്, ലൈറ്റ് ഓഫാക്കി ഏകാന്തമായി ഒറ്റക്കിരുന്ന് ഇഖ്ലാസോടെ നീ അല്ലാ എന്ന് വിളിക്കേണ്ടതിന് പകരം നീ വിളിക്കേണ്ടത് വമയുനാദിസ്മീ അൽഫം ബിഖൽബതിഹി അസ്മം ബിഹിമ്മതിഹി സ്വറമൻ ലിഅഫ്വതിഹി. 1000 തവണ ഒറ്റക്കിരുന്നിട്ട് എൻ്റെ പേര് വിളിച്ചാൽ ഞാൻ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന് ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ടോ എന്ന കളവി എഴുതി വെച്ചിരിക്കുകയാണ്. ഈ സാധുക്കൾ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഇരുന്ന് വിളിക്കാണ്. ഇത് കേൾക്കണം അപ്പുറത്തുള്ള മനുഷ്യന്മാർ. എന്താ അവിടെ പള്ളിയിൽ എന്താ നടക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത്? അമ്മാതിരി ഇപ്പം എന്തിനാ കള്ളത്തരം കാണിച്ച് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് എന്താ പച്ചക്ക് എന്താ പറഞ്ഞൂടെ? ഇതൊക്കെ രാത്രിയിൽ നടക്കുക. കുത്തറാത്തീബ് എപ്പോഴാണ് നടക്കുക? ളുഹറിൻ്റെ സമയത്തുണ്ടാവില്ല, അസറിനുണ്ടാവില്ല. കുത്തറാത്തീബ് എന്തിനാ നടത്തുന്നത്? റിഫായി ഷെയ്ഖ് വന്ന് പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകാൻ. റിഫായി ഷെയ്ഖ് വന്നിട്ട് ഒരു മനുഷ്യന്റെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകാനാണ് കുത്തറാത്തീബ് നടത്താൻ പോണത്. അതിനെന്ത് ചെയ്യണം? അതിന് ഷെയ്ഖ് വരണമെങ്കിൽ
ആള് കോഴിക്കോട് നിന്ന് ആൾ വരണം. ആര് വരണം? കോയ വരണം. ആരാണ്? റിഫായി ഷെയ്ഖിനെ വിളിക്കാനുള്ള സ്പെഷ്യലിസ്റ്റ്. എന്നിട്ട് വന്നിട്ട് കത്തിയെടുത്തിട്ട് ശരീരത്തിലിട്ട് വരെയാണ് യാ ഷെയ്ഖ് റിഫായി, യാ ഷെയ്ഖ് അഹമ്മദ് റിഫായി എന്ന് വിളിച്ച് കത്തിയെടുത്തിട്ട് ശരീരത്തിൽ കുത്തിയിട്ടാണ് വിളിക്കുന്നത്. ഷിയാക്കളാന്ന് വിചാരിച്ചങ്ങൾ അല്ല. ഇതൊക്കെ നമ്മളെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂർ ഷിയാക്കൾ ചെയ്യുന്നുണ്ട്. ഒരു മുഹറം മാസത്തിലാണ് ചെന്നാൽ ബ്ലേഡും ആയുധങ്ങളും എടുത്തിട്ടൊക്കെ യാ ഹസൻ, യാ ഹുസൈൻ, യാ ഫാത്തിമ, യാ അലി പറഞ്ഞ അവർ വരക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് എന്തിനാണ് നമ്മളെ കേരളത്തിൽ ഇത് കൊണ്ടുവന്നത്? ആരാ? ഇത് ഔലിയാക്കളോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? ഇത് ഔലിയാക്കളോട് ബഹുമാനമില്ലാഞ്ഞിട്ടാണോ? സ്വന്തം ശരീരത്തിൽ ഒരു കമ്പിയെടുത്ത് ഒരു സാധനം എടുത്ത് കുത്തി വേദനിപ്പിക്കാൻ ഇസ്ലാം അനുവാദം തന്നിട്ടില്ല. എന്നിട്ട് ചോര പൊട്ടിച്ചിട്ട് ഇപ്പം റിഫായി വന്ന് ശരിയാക്കി തരുമെന്ന് പറഞ്ഞ് ഇത് നടത്തിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ കാണുന്ന മറ്റു മതസ്ഥർ എന്തു പഠിക്കണം? എന്തു പഠിക്കണം എന്ന് ആലോചിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഈ നിലക്ക് മനുഷ്യരെ അള്ളാഹുവിൽ നിന്ന് അകറ്റിയിട്ട് ഇത്തരത്തിലുള്ള കെട്ട് ഇതൊക്കെ എന്നുണ്ടായതാ? ഈ മുഹിയുദ്ദീമാല, ഹദ്ദാദ്, റാത്തീബ്, സ്വലാത്ത് വാർഷികം, നബിദിനം, മാക്സിമം പോയാ 800 കൊല്ലം. ഇതിൻ്റെ മേലക്കൊരു സാധനമില്ല. അഥവാ മുഹിയുദ്ദീൻ റാത്തീബ് ആവട്ടെ, ഹദ്ദാദ് ആവട്ടെ, സ്വലാത്ത് വാർഷികമാകട്ടെ, ഇമാം ഷാഫി തങ്ങൾക്കറിയില്ല, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിക്ക് അറിയില്ല, ഹംബലിയും ഇവരൊക്കെ മദ്ഹബിന്റെ ഇമാമിങ്ങളൊക്കെ പിൻപറ്റുന്നവരെ നമ്മളെന്ന് പറയില്ലേ? ശരിയാണ്. എങ്കിൽ അവരെ പിൻപറ്റുന്നവർ ഇത് മാതൃകയാക്കണ്ടേ? ഇവരാരും ഇത് കണ്ടിട്ടുന്നില്ല. ഹദ്ദാദ് ഉണ്ടായിട്ട് 800 കൊല്ലം, മുഹിയുദ്ദീൻ അതുപോലെ തന്നെ നബിദിനുണ്ടായിട്ട് 700 സംതിങ് കൊല്ലം ഉണ്ടായതാ. ഷിയാക്കൾ ഫാത്തിമിയാക്കൾ ഉണ്ടാക്കി വെച്ചതാ. മലിക്കുൽ മുളഫറാണ് അതിന്റെ ഉസ്താദ്. ഇതൊക്കെ എങ്ങനെയാണ് ഒരു ലോകത്ത് മുസ്ലിമീങ്ങൾ ഇതൊക്കെ ഇത് ചെയ്യാത്തോലൊക്കെ പുത്തൻവാദികളാണ്, കണ്ടാ മിണ്ടരുത്, ചിരിക്കരുത്, അവർ കയറിയ ബസ്സിന്റെ ബാക്ക് കൂടെ ഇറങ്ങി ഓടണം, മരിച്ചാ പോകരുത്, എന്തൊക്കെയാണ് അറിയോ? പിന്നെ പോരാത്തത് തീവ്രവാദ വിളി ഭയങ്കരം, ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് മറ്റൊരു. ഇതാ ഓല് തീവ്രവാദികളാ. ആരാ പറഞ്ഞു കൊടുക്കുന്നത്? നമ്മൾ ആൾക്കാർ തന്നെ. എന്താ തീവ്രവാദത്തിന്റെ അടിസ്ഥാനം? ഇവർ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയാണ്. സഹോദരങ്ങളെ, ഒന്ന് ആലോചിക്കണം. നമ്മൾ അള്ളാഹുവിൻ്റെ ദീന് എത്ര വ്യക്തമാക്കിയിട്ടാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മളൊക്കെ വരുമ്പോൾ സാക്ഷികളാവേണ്ടവരാണ്. മഹാനായ ഷെയ്ഖ് ജീലാനി പറഞ്ഞ ഒരു ഉപദേശം കൂടി വായിച്ചോ, വേണമെങ്കിൽ പഠിച്ചോ. ഇൻകാന വലാ ബുദ്ദ ലക മിനത് ത്വലബി, നിനക്ക് എന്തെങ്കിലും ഒരാവശ്യവും സഹായവും വേണ്ടി വന്നാൽ ഫത്ലുബ് മിൻഹു, നീ അല്ലാഹുവോട് ചോദിക്കണം. ലാ മിൻ ഖൽഖിഹി, പോയി സൃഷ്ടികളോട് നിന്റെ രോഗം മാറാൻ, കുട്ടികളെ കിട്ടാൻ, വിഷമങ്ങൾ മാറാൻ നീ ചെന്ന് പോകണ്ട. ഫഇന്ന അഗ്ളബുൽ ഖൽഖി ഇലല്ലാഹി തആല, അള്ളാഹ്ക്ക് ഏറ്റവും ദേഷ്യമുള്ള വെറുപ്പുള്ളത് ആരാന്നറിയുമോ? അവന്റെ ദുനിയാവിന്റെ രക്ഷക്കും സഹായത്തിനും വേണ്ടി അടിമകളോട് പോയി തേടുന്നവനാണ്. അള്ളാഹുവിലേക്ക് സഹായം ചോദിച്ചു മടങ്ങിക്കോ. ഫത്ഹുർ റബ്ബാനി എന്ന പുസ്തകത്തിൽ മുഹിയുദ്ദീൻ ഷെയ്ഖ് പഠിപ്പിക്കുകയാണ്, വഹുവൽ ഗനിയ്യു, അല്ലാഹ് ഐശ്വര്യവാനാണ്, വൽ ഖൽഖു ജമീഉഹും ഫുഖറാ, അടിമകളെല്ലാവരും ഫഖീറുമാരാണ്. അള്ളാഹിലേക്ക് മടങ്ങിക്കൊള്ളുന്ന മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ വസിയത്ത്. ഈ വസിയത്തുകൾ നമ്മൾ പാലിക്കുന്നുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിൻ്റെ 5 ദിവസം മുമ്പ് വരെ അവിടുത്തെ മുഖത്ത് വല്ലാത്ത ക്ഷീണവും വിഷമവും ഉണ്ടായിരുന്നു. ശ്വാസമെടുക്കാൻ ഒരുപാട് പ്രയാസപ്പെടുകയാണ്. ആ സമയത്ത് നബി തങ്ങൾ അതാ തൻ്റെ കിട്ടുന്ന ചെറിയ ശബ്ദത്തിൽ സംസാരിച്ചു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ, യഹൂദി നസാറാക്കളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഇത്തഖദൂ ഖുബൂർ അംബിയാഇഹിം മസാജിദ, അവരുടെ അംബിയാക്കന്മാരുടെ ഖബറുകളെ സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കിയവരാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന 4443 ഹദീസ്. എളുപ്പമാണ്, നമുക്ക് 4444 പരിചയം ഉണ്ടാവും. 4443 ഹദീസ്. എന്താ ഹദീസ്? മരിക്കുന്നതിൻ്റെ മുമ്പത്തെ വസിയ്യത്താണ്. അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിലെ വർത്തമാനമാണ്. അംബിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനയുടെ മസ്ജിദിൻ്റെ കേന്ദ്രമാക്കി മാറ്റിയവർക്ക് ലഅനത്തുല്ലാഹ്, അള്ളാഹിൻ്റെ ശാപമുണ്ടാവട്ടെ എന്നാണ്. ഈ പണി ആരാ ചെയ്ത്? ആ വസിയ്യത്ത് ആരാ അവിടെ പാലിക്കുന്നത്? ആരാ?
എത്ര ഗൗരവത്തിലാ പറഞ്ഞത്. മറ്റൊരു ഹദീസിൽ കാണാം, ഹബശയിൽ നിന്ന് സ്വഹാബിമാർ പലരും കണ്ട് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരൊക്കെ വന്നിട്ട് നബിനോട് ഹബശയിലുണ്ടായ സംഭവങ്ങളും അവിടുത്തെ യഹൂദികളും നസ്വാറാക്കളുടെ ഓരോ ആരാധനകളെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ നബി പറയാണ്, ഇന്ന ഉലൈക ഇദാ കാന ഫീഹിമുർ റജുലു സ്വാലിഹ് ഫമാത, അവരുടെ കൂട്ടത്തിൽ ഒരു സ്വാലിഹായ മനുഷ്യൻ മരിച്ചാൽ ബനവല ഖബരിഹി മസ്ജിദാ, അവര് വേഗം അവിടെ ഒരു മസ്ജിദായി ഒരു സുജൂദിന്റെ ആരാധനയുടെ കേന്ദ്രം ഉണ്ടാക്കുന്ന ടീമാണ്. നല്ലവരാണ് നല്ല പറഞ്ഞ്. എന്നിട്ട് അടുത്ത വാക്ക് കേട്ടോ, ഉലൈക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ ഏറ്റവും നികൃഷ്ടരായ മനുഷ്യർ ഇവരാണ്. സൃഷ്ടികളെ പോയി ആരാധിക്കുക. നല്ല മനുഷ്യന്മാർ മരിച്ചുപോയാൽ അവർക്ക് എടുപ്പുണ്ടാക്കി ആരാധനന്റെ കേന്ദ്രം ഉണ്ടാക്കുക. ഇന്ന മിൻ ശിറാരിന്നാസി, ഹദീസ് നമ്പർ ഇമാം ബുഖാരി 3873 ഹദീസ്. അടുത്തത്, ഇന്ന മിൻ ശിറാരിന്നാസി മൻ തുദ്രികുഹു സ്സാഅത്ത് വഹും മഹ്യാ വമൻ യത്തഖിദുൽ ഖുബൂറ മസാജിദാ, അവസാന നാളിൽ ഏറ്റവും നികൃഷ്ടന്മാരായ മനുഷ്യന്മാർ ഖുബൂറുകളെ മസാജിദുകളാക്കി മാറ്റുന്നവരാണ്. ഖബറുകളെ സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കുക, ആരാധനയുടെ കേന്ദ്രങ്ങളാക്കുക. അപ്പൊ പിന്നെന്തിനാ ഖബർ നമുക്കൊരു പാഠം പഠിക്കാനാ. ഓരോ മയ്യത്തും ചുമന്നിങ്ങനെ കൊണ്ടുപോയി പള്ളിക്കാട്ടിൽ ഖബറടക്കി വരുന്ന വിശ്വാസി പഠിക്കണം, ഇന്ന് ഞാൻ കൊണ്ടുപോകുകയാണ്, നാളെ എന്നെ കൊണ്ടുപോകും. ഇന്ന് ഞാൻ കുളിപ്പിച്ചവനാണ്, നാളെ ഞാൻ കിടന്നൊടുക്കൊണ്ടവനാണ്. ഇന്ന് എന്നെ പൊതിഞ്ഞവരാണ്, ഇന്ന് ഞാൻ പൊതിഞ്ഞവരാണെങ്കിൽ നാളെ എന്നെ പൊതിയാനുള്ളതാണ് ഈ മരണമെന്നതും ഖബർ എന്നതും പഠിപ്പിക്കാൻ. ഖബർ സന്ദർശിക്കാൻ വേണ്ടി പഠിപ്പിച്ചു. ആ ഖബർ സന്ദർശനത്തിന് പോകുമ്പോൾ എത്ര ആനനെ കൊണ്ടുപോകണം, ശിങ്കാരിമേളം ആര് നടത്തണം, ഗാനമേള ആര് നടത്തണം, ഹദീസിൽ കാണൂല. സൂറുൽ ഖുബൂറ, നിങ്ങൾ ഖബർ സന്ദർശിക്കണം. നമ്മളും അതാ പറയുന്നത്. എന്തിനാണ് അത്? ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത, അത് മരണം ഓർമ്മിപ്പിക്കാനാ. വതുദക്കിറുകുമുൽ ആഖിറ, പരലോകം എന്നത് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ പോണതൊക്കെ അതിന് വേണ്ടിയിട്ടാണോ? അതിനാണെങ്കിൽ ഭീമപ്പള്ളി പോകേണ്ട ആവശ്യമുണ്ടോ? അതിനാണെങ്കിൽ മടവൂർക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ആരാ മടവൂർ? 35 കൊല്ലം മുമ്പ് മരിച്ച മനുഷ്യനാണ് മടവൂർ എന്ന് പറയുന്ന. ചിറ്റടിമേത്തൽ അബൂബക്കർ എന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ കുറിച്ച് അവർ എഴുതിയ പുസ്തകം CM സ്മരണിക പോയി വായിച്ചോ, ഒരു 150 ഉറുപ്പിക കൊടുത്താൽ കിട്ടും. ഇരുന്ന് വായിച്ചോളിയും. ആ പുസ്തകത്തിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്, CM മടവൂർ നമസ്കരിക്കാറില്ലായിരുന്നു. ഒന്ന് കഴിഞ്ഞില്ലേ, അതോടുകൂടി ക്ലോസ് ചെയ്ത അധ്യായം. സ്വർണത്തിന്റെ മോതിരം ധരിക്കാറുണ്ടായിരുന്നു, തുരുതുരാ സിഗരറ്റ് വലിക്കാറുണ്ടായിരുന്നു. ഒരു സാധാരണക്കാരന് ഹറാമാണ് സാധനം, പിന്നെ അങ്ങനെ അതിനേക്കാൾ മുന്തിയ ആൾക്കാർക്ക് പറ്റുമോ? നോമ്പെടുക്കാറില്ലായിരുന്നു, നോമ്പെടുക്കുന്ന മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നു. എന്തിനാണ് പട്ടിണി കിടക്കണ്? ചോറ് കൊടുക്കും. എന്നിട്ട് പറയുന്നു, ഈ ഖബറിങ്ങ വന്നാൽ നിങ്ങൾക്ക് സന്താനം കിട്ടും. CM മടവൂരിന് കുട്ടികളില്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ കുട്ടികളില്ല. ഇവിടുന്ന് പാടെ ട്രെയിന് കയറി ഓടുകയാണ് അവിടേക്ക്. എന്തിനാത്രേ? കുട്ടികളെ കിട്ടാത്തവരെ കാണിച്ചു എന്നുള്ള. എന്തേ കാരണം? പടച്ചോനാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതെ ഞങ്ങളെ പടച്ചോനാണ്. പാട്ടുകൂടെ ആയതുകൊണ്ട് പിന്നെ ആർക്കും വിഷമം ഉണ്ടായില്ല, ആരും തിരുത്താനും പോയില്ല. മുദബ്ബിറുൽ-ആലമാണ്, ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നവനാണ്. എന്ത് കള്ള കൊടുത്ത കഴിവാണ് എന്നും പറഞ്ഞ് എന്ത് കഴിവുകൊണ്ട് കൊടുത്തിക്കാണ്, എന്തും വകവെച്ചു കൊടുക്കുക. എന്നാൽ ഇസ്ലാമിൽ എന്തിനാ ഖബർ സന്ദർശിക്കാൻ പറഞ്ഞത്? അവിടെ ആന ആവശ്യമില്ല, അമ്പാരി ആവശ്യമില്ല. എന്തിനാണ് ഇത്തരം മഖാമുകളിൽ ആന വന്നത്? ഉത്സവപ്പറമ്പാക്കി. എത്ര ആൾക്കാരെ കുത്തിക്കൊന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ചരിത്രം വായിച്ചു. ഖബർ കണ്ടപ്പോൾ കരയാ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ എപ്പോൾ കണ്ടാലും കരഞ്ഞു പോകും മനുഷ്യൻ. എന്നിട്ട് ഈ സ്വഹാബത്തിന്റെ മാതൃകയുള്ള നമ്മൾ ഒരു മനുഷ്യനെ കരയാൻ സമ്മതിക്കൂല. പാട്ട്, ഗാനമേള, കരിമരുന്ന്, വെടിക്കെട്ട്, ആനയെഴുന്നള്ളിപ്പ്. എവിടെ? ഖബറിങ്. എന്ത് പേര് മാറ്റി? കൊണ്ടോട്ടി നേർച്ച മാറ്റിയിട്ടിഞ്ഞ് കൊണ്ടോട്ടി ഉത്സവം നിട്ടിട്ട് കാര്യമില്ല, നടക്കുന്നത് ഖബറിങ്ങാണ്. എൻ്റെ നാട്ടിൽ പട്ടാമ്പി നേർച്ച നടത്തുന്നത് ഏതാണ്? പട്ടാമ്പി ദേശീയോത്സവം കുപ്പായം മാറ്റിട്ട് കൊടുത്തുക. എന്നിട്ട് എവിടെ നടക്കുന്നത്? ഖബറിൻ്റെ പുറത്ത്. അതുകൊണ്ടൊന്നും പ്രശ്നം തീരൂല. ആരാ പതാക ഉയർത്തുന്നത്? ആരാ രാവിലെ അന്നദാനം ഉടക്കം കുറിക്കണത്? ആരാ? ഒന്ന് ആലോചിക്കാൻ മതി.
പിന്നെ ബാക്കി നടക്കുന്ന തല്ല് മുഴുവൻ. കഴിഞ്ഞ പ്രാവശ്യം പട്ടാമ്പിയിൽ ആന ഇളകിയിട്ട് ഒരു മനുഷ്യൻ, ഒരു അമുസ്ലിമായ സഹോദരൻ രക്ഷപ്പെടാൻ വേണ്ടി ചാടി കയറുന്നിടയിൽ സ്കൂളിൻ്റെ ഒരു ഗേറ്റുമൊക്കെ കയറിയത്, ഗേറ്റിൻ്റെ കമ്പിട്ട് തൊടമക്കൂട്ടൊക്കെ അടിച്ചാണ് കയറി. ഇസ്ലാമിലെ ഒരു ഖബർ സിയാറത്താണെങ്കിൽ ഈ ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ മനുഷ്യൻ അവിടുന്ന് ഖബറിൽ ഇങ്ങനെ കരഞ്ഞ് വിഷമിച്ച്, പടച്ചോനെ എന്തിനാ തുള്ളിച്ചാടുന്നത്. എന്നിട്ട് ജാറത്തിന് ഫാസിലാബാനുവിൻ്റെ ഗാനമേള വരും, മക്കാമ് സിയാറത്തിന് ഞാനും വരുന്നുണ്ട്, എല്ലാവരും വരണട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എവിടേക്കാ വിളിക്കണം? ഗാനമേളക്ക്. എവിടെ? ഖബറിങ്. അപ്പം ഞമ്മക്ക് ഖബർ സിയാർത്ത് ഒറിജിനലായിട്ട് ഞമ്മക്കുള്ളത് ഒരു ബേജാറും വേണ്ട. ഇതില്ലാത്ത കുറേ മനുഷ്യന്മാർ പല നാടുകളിലും. ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. പഠിക്കാൻ വേണ്ടി, ചിന്തിക്കാൻ വേണ്ടി പറയാം ഞാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ലാ തത്തഖിദു ഖബരി ഈദാ, എൻ്റെ ഖബറിനെ നിങ്ങളൊരു ഈദാക്കി, ഉത്സവ കേന്ദ്രമാക്കി മാറ്റരുത്. അവിടെ നടക്കൂല. കുറേ ആൾക്കാരായി അങ്ങനെ വരഞ്ഞു മുറുക്ക് നടക്കുന്നുണ്ട്. അവിടെ കിട്ടൂല മക്കളെ. നബി തങ്ങളുടെ ഗൗരവമുള്ള വസിയത്ത് 1400 കൊല്ലയ വാക്ക് പറഞ്ഞിട്ട് അവിടെ ഉത്സവ പറമ്പാക്കാൻ ഒരു മനുഷ്യർക്ക് കിട്ടൂല. അതിന് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഖബർ അതിനുള്ളതല്ല എന്നാ പഠിപ്പിച്ചത്. നബി ഒന്നുകൂടി കടന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനാ, എൻ്റെ ഖബറിനെ ഒരു ആരാധിക്കുന്ന വിഗ്രഹമാക്കി മാറ്റരുത് റബ്ബേ. സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നബി തങ്ങളത് പറഞ്ഞ് പ്രാർത്ഥിക്കരുത്. അസ്സലാമു അലൈക്കും യാ അയ്യുഹൻ നബി പറയും, അസ്സലാമു അലൈക യാ അബൂബക്കർ പറയും. നബിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നബിതങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കും, അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അബൂബക്കർ തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തൊട്ടപ്പുറത്ത് ഉമർ റളിയല്ലാഹുവിന്റെ ഖബറിൽ നിന്ന് പ്രാർത്ഥിക്കും നമ്മൾ. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹ, അതുപോലെയുള്ള മഹദികളായ ആയിരക്കണക്കിന് സ്വഹാബത്തിന്റെ സുന്ദരമായി നമ്മൾ മദീനയിൽ ചെല്ലുമ്പോൾ വിവിധങ്ങളായ കാഴ്ചക്കിടയിൽ വിഷമത്തോടെ നമ്മൾ കാണുന്ന കാഴ്ചയാണ് ബഖീഉൽ ഗർഖദ് എന്ന് പറയുന്ന ആ ഗർഖദിലെ ഖബർസ്ഥാൻ. 10,000 സ്വഹാബത്തിനെ മറവ് ചെയ്യപ്പെട്ട ഖബർസ്ഥാൻ. അവിടൊക്കെ നമ്മൾ സന്ദർശിക്കും. ഉത്സവമല്ല, ഖബർ ഉത്സവം ഇസ്ലാമിലില്ല. അത് കൊണ്ടുവരുന്നവർ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം മറന്നു എന്ന് മാത്രമല്ല, അമ്പിയാക്കന്മാരുടെ ഖബർ ആരാധിക്കാൻ പറ്റൂല എങ്കിൽ പിന്നെ ബാക്കിയുള്ളവരത് എങ്ങനെ പറ്റുക? പിന്നെ എങ്ങനെയാണ് നമുക്ക് മുനമ്പത്ത് ബീവിൻ്റെ ജാറത്തിലേക്ക് മഖാമ് സിയാറത്തിന്? ഇപ്പം നമ്മളെ നാട്ടിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നോട്ടീസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സിയാറത്ത് ടൂറിന് കൊടുത്ത് അമീറിൻ്റെ നേതൃത്വത്തിൽ മഖാമ് സിയാറത്ത്. എന്താ ഉംറ കൊണ്ടുപോകുക? അമീറിൻ്റെ നേതൃത്വത്തിൽ മഖാമ് സിയാറത്ത്. എന്നിട്ട് ഓരോ സിയാറത്തിനും പോകേണ്ട അവിടെ കൊണ്ടുകൊടുക്കേണ്ട പൈസ എത്രയാണ്, അതിൻ്റെ ബില്ല്, അതേപോലെ തന്നെ അവിടെ മൂടേണ്ട സാധനങ്ങൾ, അങ്ങനെ അതിൻ്റെ എണ്ണ, ഇതിൻ്റെ സംഭവമൊക്കെ കൊണ്ടുപോയിട്ട് എന്താ ഇപ്പോൾ വലിയ വ്യത്യാസം മറ്റേ ടീമിനായിട്ട് നമ്മൾ? എന്നിട്ട് എവിടേക്കാണ് കൊണ്ടുപോണത്? ഈ യാത്ര ഇങ്ങനെ തുടങ്ങിയാൽ ഫസ്റ്റ് ഉള്ളാൾ ദർഗയിലേക്കാണ് പോവുക. ഉള്ളാളത്ത് നിന്ന് തുടങ്ങുമ്പോൾ തന്നെ അറിയാം ആരാ മനുഷ്യൻ. ഉള്ളാൾ തങ്ങളെ പറ്റി പറയാണ്, കടലിൽ മുസല്ലട്ട് നിസ്കരിച്ച മനുഷ്യനാണ്. കടലിൽ മുസല്ലട്ട് നിസ്കരിക്കുക. എത്ര ആൾക്കാരാണ്, ഞാൻ സ്ഥിരമായി യാത്ര പോകുന്ന ആൾ ട്രെയിനിൽ. അപ്പം അങ്ങനെ ഫാമിലി ആയിട്ട് വെള്ളിയാഴ്ചക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. കയ്യുമ്പോൾ 4 കെട്ടുണ്ടാകും. ഓൾക്ക് ജുമാൻ പ്രശ്നമല്ല, പെണ്ണുങ്ങൾ നിരന്ന് പള്ളിയിൽ പോയാൽ ഭയങ്കര ഷറ. കേരളത്തിനകത്തും പുറത്തുള്ള അജ്മീറും ഉള്ളാളും അടക്കമുള്ള ദർഗകളിലേക്ക് കൂട്ടം കുത്തി പോകുക. ഖബർ ഉത്സവങ്ങളിലൊക്കെ എന്താ നടക്കണതെന്ന് പോയി നോക്കി നിങ്ങൾ. അപ്പവാണിപ്പം നേർച്ചൻ്റെയൊക്കെ കഥ എന്താണെന്ന് വെച്ച് നോക്കി. അപ്പം ഇതൊന്നും നമ്മൾ വെറുതെ പറഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞ് ആക്ഷേപിച്ച് പോലല്ലോ. ഇന്ന് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്താൽ ഏത് കണ്ണുള്ളവർക്കും പച്ചക്ക് കാണാൻ പറ്റും. എന്നിട്ട് ഇത് മാത്രമല്ല, കാസർഗോഡൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഖബറുകളുടെ പേര് കേട്ടതിന് അത്ഭുതപ്പെട്ടു പോകും. മുട്ടുംതല ഔലിയ റളിയല്ലാഹു അൻഹു. കാരണം ആ മനുഷ്യന് പറയാനൊരു പേരില്ല, 2 അവയവം മാത്രമേ ഉള്ളൂ, മുട്ടും തലയും. അവിടെ പെട്ടി വെച്ചു വരുമാനം ഉണ്ടാക്കി 3 ദിവസം ഉറൂസാണ് കാഞ്ഞങ്ങാട്. കണ്ണൂരിൽ പൈതൽ ജാറമുണ്ട്, 3 പെറ്റുമ്മൻ്റെ ജാറാണ്. ഇവിടെ 7 10 പറ്റുമല്ലോ അവിടെ പുറത്തിരിക്കുന്നത്. അവിടെ 3 പെറ്റുമ്മ ജാറെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പോകുകയാണ്. പോയിട്ട് കുഞ്ഞുങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടിൽ കെട്ടി നടക്കുകയാണ്. സാധാരണ ഞങ്ങൾ പട്ടാമ്പിക്കാരൊക്കെ ഒരു കുഞ്ഞ് ജനിച്ചാലാണ് താരാട്ടുപാട്ടൊക്കെ പാടി കൊടുക്കാൻ തൊട്ടിലുണ്ടാക്കി കൊടുക്കല്. ഇവിടെ കുഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടിലുണ്ടാക്കി കൊടുക്കുക. മറിയം ബീവിൻ്റെ ഒക്കെ ചരിത്രം വായിച്ചു നോക്കി നിങ്ങൾ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം വായിച്ചില്ലേ? സക്കരിയ നബിൻ്റെ പ്രാർത്ഥന ഓല് ഏത് മരത്തുമക്കാ പോയത്? ഇങ്ങനെ കഴിഞ്ഞ് മലപ്പുറം ജില്ലക്ക് കടന്നു. യാഹൂത്തങ്ങൾക്ക് 2 ജാറാണ്. 2 ജാറ്, ഒരു മനുഷ്യർക്ക് 2 ജാറും. എന്തിനാ 2 എണ്ണം? 2 വരുമാനം. 2 പള്ളി, 2 ജാറം, 2 പെട്ടി. മുനമ്പത്ത് ബീവിൻ്റെ അടുത്ത് എന്താ പ്രത്യേകത? മുനമ്പത്ത് ബീവിക്ക് പേരില്ല, അഡ്രസ്സില്ല. മുനമ്പത്ത് എന്ന സ്ഥലത്തിൻ്റെ പേരാണ്. എന്താ പേരില്ല എന്ന് പറഞ്ഞത്? അവിടുത്തെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്.
ഊരും പേരറിയില്ല, ശുഹറത്തൊട്ടും കുറവില്ല, ബഹുമാന്യരൊക്കെ പെറ്റ നാട്. ഊരും പേരും അറിയില്ല, ആളാരാന്നറിയില്ല. ആ ഒരു കടലിലേക്കൊരു ഡെഡ് ബോഡി വന്നതാണ്. ആ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത എസ് ഉണ്ട്, ഇപ്പോൾ ചങ്ങരംകുളത്ത് ജീവിച്ചിരിപ്പുണ്ട മനുഷ്യൻ. പോയി ചോദിച്ചു നോക്കി ആരായിരുന്നു അത്, എൻ്റെ കോലം എന്തായിരുന്നു. ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും ഡെഡ് ബോഡിയാണ് വന്നത്. ഒരു കടൻ്റെ ബാക്കിൽ നിന്ന് ഒരു ആണിൻ്റെയും പെണ്ണിൻ്റെയും കൂടി ബോഡി കിട്ടുക നമ്മൾ ഔലിയാക്കന്മാരാന്ന് കൊണ്ടു നടക്കുക ചെയ്യുക. നമ്മളിത് പൂർണ്ണമായിട്ട് പരിശോധിക്കല്ലേ ചെയ്യുക. ഇത് നേരെ ഔലിയാപ്പട്ടം കൊടുത്തു, അങ്ങോട്ട് മക്കബറുണ്ടാക്കി, എന്നിട്ട് ഭയങ്കര വരുമാനാക്കി. കൊല്ലം ജില്ലയിൽ ചെന്ന് നോക്കി നിങ്ങൾ, മുസ്ലിം ആവണമെന്നൊന്നുമില്ല. ഓച്ചിറ ദാമോദരൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ മക്കബറുണ്ട് കൊല്ലത്ത്. ഓച്ചിറ ഞാൻ പോയിട്ടുണ്ട്, അവിടെ എൻ്റെ അടുത്ത് പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. ഓച്ചിറ ദാമോദരൻ എന്ന മനുഷ്യൻ മരിച്ചപ്പോൾ മാതൃഭൂമിയിൽ വാർത്ത വന്നു, ദാമോദരൻ ഓർമ്മയായി. ഒരാഴ്ച കഴിഞ്ഞേക്ക് അടുത്ത വാർത്ത വന്നു, ഓച്ചിറ ഉപ്പൂപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഒറ്റ ആഴ്ച കൊണ്ട് കറാമത്ത്, ഒറ്റ ആഴ്ച കൊണ്ട് പേരാണ് മാറി. ഓച്ചിറ ഉപ്പൂപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പറഞ്ഞ് അവിടെ ഇന്ന് വലിയ കേന്ദ്രമാക്കി മാറ്റി. പഠിക്കും. ഞാൻ ഈ പ്രസ്ഥാനം പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം കളവ് പറഞ്ഞ് സ്ഥാപിക്കേണ്ട ഒരാവശ്യം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇന്ന് വരല്ല. നമുക്ക് പഠിക്കാം. പത്രമാധ്യമങ്ങളുണ്ട്, വാർത്താ മാധ്യമങ്ങളുണ്ട്. ഇനി അന്വേഷിക്കാൻ പോകാനുള്ള പൈസ വേണമെങ്കിൽ നമ്മൾ തരും, ഫ്രീ ആയിട്ട് തരും. ഞാൻ അത്രക്കും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നത്. അത്ര വരെ വിശ്വസനീയമായിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇത്ര വരെ ജനങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ. ഭീമാ പള്ളിയിലേക്ക് ഒരിക്കൽ നിങ്ങൾ പോയാൽ മതി, അവിടെ നടക്കുന്ന മുഴുവൻ കഥകളും അറിയും. നമ്മളെ പോലത്തെ ഒരു ഷേപ്പുള്ള ഒരാളെ കണ്ടങ്ങോട്ട് കയറ്റിവിടൂല, മാന്യന്മാരെ അങ്ങോട്ട് കയറ്റിവിടൂല എന്നർത്ഥം. പിടിച്ചു വെക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഈ മഖാമു സിയാറത്തുകളിലേക്ക് കൊണ്ടുപോണത് എന്തിനാ? അവിടെ മഹാന്മാരാണ് മരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മഹാന്മാർക്ക് ഒരുപാട് കഴിവുകളുണ്ട്. അപ്പോൾ അവർ മരിച്ചിട്ടില്ലേ? മരിച്ചാലും പ്രശ്നമല്ല. എന്താ മരിച്ചാലും പ്രശ്നമില്ല എന്ന് പറയുന്നത്? ഇതാ എഴുതി വച്ചിരിക്കുന്നു. സാധാരണഗതിയിൽ നമ്മളൊരാളെ എപ്പോഴാ മരിച്ചു എന്ന് പറയാ? അയാളുടെ ശരീരവും ആത്മാവും നിശ്ചലമാകുമ്പോഴാണ്. അന്ത്യയാത്ര ചെയ്തു, മരിച്ചു, ഇഹലോകവാസം വെടിഞ്ഞു എന്നൊക്കെ പറയാ അല്ലേ? അമുസ്ലിങ്ങളൊക്കെ പറയും മൃത്യു വരിച്ചു, പ്രാണൻ വെടിഞ്ഞു, അന്ത്യനിദ്ര പ്രാപിച്ചു എന്നൊക്കെ പറയുമല്ലോ. എന്നാൽ ഇവർ പറയുന്നത് അങ്ങനെ പറയാൻ പറ്റൂല. സമസ്തയുടെ മുഷാവറ അംഗമായിരുന്ന അലി മുസ്ലിയാർ എഴുതാണ്. ഞാൻ ഇപ്പോൾ ഒരു പേര് വായിക്കണുള്ളൂ. ആ പേര് വായിക്കാനുള്ള കാരണം ഇത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഒരു വ്യക്തിൻ്റെയും ഉദ്ദേശിച്ച് പറയല്ല. എഴുതിയ ആൾ അലി മുസ്ലിയാർ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കിതാബിൽ പറയാണ്, മരണാനന്തരം മനുഷ്യൻ്റെ സർവ്വ കഴിവുകളും നശിക്കുന്നു എന്നത് മുശ്രിക്കുകളുടെ വാദമാണ്. മരണാനന്തരം ഒരു വ്യക്തിയുടെ സകല കഴിവും നശിച്ചു എന്ന് പറഞ്ഞാൽ അത് മുശ്രിക്കിന്റെ വാദമാണ്. അതുതന്നെയാണ് മുജാഹിദുകളുടെയും വാദം. പാരാ മുശ്രിക്കാക്കിയത് ശ്രദ്ധിച്ചാൽ മതി. അത് തന്നെയാണ് മുജാഹിദുകളുടെയും വാദം. എന്നാൽ മരണാനന്തരം മനുഷ്യന്റെ കഴിവ് നശിക്കുകയല്ല, വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. തീറ്റ കൂടുകയാണ്, ഉറക്കം കൂടുകയാണ്, ഫുട്ബോളൊക്കെ അടിപൊളിയായിട്ട് കളിക്കും, മരിച്ചു നിങ്ങൾ വിഷയാക്കേണ്ട, കഴിവ് കൂടുകയാണ്. ഇതിന് ഖുർആനിലും ഹദീസിലും ധാരാളം തെളിവുകളുമുണ്ട്. ഇനി എന്താ വേണ്ടത്? മാത്രമല്ല, മരണപ്പെട്ട മുഅ്മിനീങ്ങളുടെ ആത്മാക്കൾക്ക് മരണത്തിനു മുമ്പുള്ളതിനേക്കാൾ എത്രയോ ഇരട്ടി കഴിവ് വർദ്ധിക്കുന്നു. ഇതാണ് ഇസ്ലാമിൻ്റെ ആശയം. മൂപ്പരുണ്ടാക്കിയ ഇസ്ലാമിൻ്റെ ആശയം ഇതാണ്. നബിദിനം പ്രവാചക സവിശേഷതകൾ പുസ്തകത്തിൻ്റെ 99-ാമത്തെ പേജ് പ്രസിദ്ധീകരിച്ചത് സുന്നി യുവജന സംഘം. ഞാൻ പേര് വായിച്ചതൊക്കെ നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും ശ്രദ്ധിക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ എഴുതി വെക്കാൻ സംശയങ്ങളുണ്ട്. ക്ലിയർ ചെയ്യാൻ ഈ പരിപാടി കഴിഞ്ഞോ, ഈ കൊല്ലം കഴിഞ്ഞിട്ടോ നിങ്ങൾക്ക് ആർക്ക് സംശയമുണ്ടെങ്കിലും ഇതിൻ്റെ സംഘാടകരോട് നിങ്ങൾ ചോദിക്കണം, അതേതാ പുസ്തകം, അതാരാ പറഞ്ഞത്, ആ ആയത്ത് എവിടെയാണ്, ഈ ഹദീസ് എവിടെയാണ്. ഇൻഷാ അല്ലാഹ് ഇത് ലൈവായി ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എവിടെ വേണമെങ്കിലും ഒഴിഞ്ഞിരുന്ന് നിങ്ങൾക്ക് കേൾക്കാം. 2 AP സമസ്തയുടെ യുവജന സംഘത്തിൻ്റെ നേതാവ് സഖാഫി അദ്ദേഹം എഴുതുകയാണ്. ഇസ്സുദ്ദീൻ കാമിൽ സഖാഫിയാണ്, നല്ല ബിരുദമുള്ള മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ പുസ്തകത്തിന് ആദർശ ഡയറി എന്നാണ് പേര്. അതിൻ്റെ ഹെഡിങ് മാത്രം വായിക്കാം. കഴിവുകൾ മരണശേഷം. മരിച്ചാൽ കഴിവ് കൂടും. മരിച്ചവർ കാണുന്നു, ഒരു ഹെഡിങ്. മരിച്ചവർ കേൾക്കുന്നു, മരിച്ചവർ സഹായിക്കുന്നു, മരിച്ചവർ സംസാരിക്കുന്നു, മരിച്ചവർ നിസ്കരിക്കുന്നു, മരിച്ചവർ സഞ്ചരിക്കുന്നു, മരിച്ചവർ ഭക്ഷിക്കുന്നു, മരിച്ചവർ സംവദിക്കുന്നു. എന്നാൽ പിന്നെ സാധുവിനെ അവിടെ കൊണ്ടുപോയി വല്ല ആവശ്യമുണ്ടോ?
ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ഞങ്ങൾ പറയലുള്ള പച്ച മനുഷ്യൻ, ജീവുള്ള മനുഷ്യൻ വിളിക്കല്. എന്നാൽ ഇവരങ്ങനെ വിളിക്കാൻ പാടില്ല. ഇതൊക്കെ മരിച്ചോല് ചെയ്യണ പണി. സംവാദം നടത്തും, ഭക്ഷണം കഴിക്കും, നിസ്കരിക്കും, എല്ലാം ചെയ്യും. ആലോചിച്ചു, ഇതൊക്കെ നമ്മൾ വെറുതെ ഒരു വാശിക്ക് പറയണോ? ഇതിന് തല്ലുണ്ടാക്കേണ്ട വല്ല കേസും, ഇതിന് തല്ലേണ്ട ഒരു കേസും, ഇത് കേട്ടാൽ മതി, ഇത് 50 കേട്ടോ. മൂന്നാമത് വായിച്ചുതരാം. മൂന്നാമത്തേത് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരാണ്. ഷെയ്ഖുന എഴുതുകയാണ്, സംസ്ഥാന നേതാവാണ്, ബഹുമാന്യനായ നേതാവാണ്, നല്ല ഒരുപാട് കിതാബ് എഴുതിയ മനുഷ്യനാണ്. എന്നാൽ കിതാബിൻ്റെ ഇടയിലൂടെ എഴുതി വച്ചിരിക്കുന്ന എന്താ? മരണത്തോടെ എല്ലാ കഴിവുകളും മുറിഞ്ഞു പോകുമെന്ന വിശ്വാസം ഭീകരമായ അപകടമാണ്. അപ്പോൾ ഭീകരവാദികൾ മരിച്ചുപോയാൽ എല്ലാ കഴിവും അവസാനിച്ചു എന്ന് പറഞ്ഞാൽ ഭീകരമായ അപകടമാണ്. മരിച്ചുപോയാൽ ജീവിതമുണ്ടെന്ന് പഠിപ്പിക്കുന്നതിൻ്റെ തത്വമെന്ത്? മരിച്ചുപോയവർക്ക് ഇരിക്കാനും നിൽക്കാനും പിടിക്കാനും നോക്കാനും കഴിയും, പരസ്പരം ബന്ധപ്പെടാനും സാധിക്കും. വൈഫൈ ഒന്നും ആവശ്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാപ്പ ഞാൻ പോകട്ടോ, വാപ്പ കല്യാണം 27-ാം തീയതി ആട്ടോ, നിങ്ങളെന്നെ രാവിലെ തന്നെ വരണ, വലിയായിട്ട് നിങ്ങളെന്നെ നിൽക്കണട്ടോ എന്ന് പറയണേന് ഒരു കുഴപ്പമില്ല. ഒക്കെ ബന്ധപ്പെടാനുള്ള കണക്ഷനൊക്കെ ഉണ്ട്. എന്താണ് ഈ പഠിപ്പിക്കുന്നത്? ഇതൊക്കെ മലയാളത്തിൻ്റെ പുസ്തകമാണ്. ഇത് മലയാളത്തിൽ സാധുക്കൾ എഴുതി പഠിക്കും. ഇത് കേട്ടിട്ട് വിശ്വസിച്ചിട്ടാണ് ഈ സാധുക്കൾ പോണത്. ഇത്രയും ദൂരം സഞ്ചരിച്ച് ഈ മക്കാമുകൾ തേടിയിട്ട് അവിടെ ചെന്ന് കരയും, പ്രാർത്ഥിക്കും, പൊട്ടിക്കരയും. എത്ര ഞങ്ങൾ ഓഡിയോ ക്ലിപ്പ് വീഡിയോ ക്ലിപ്പുണ്ട്. തങ്ങളെ കാണുന്നില്ലേ, ഞങ്ങളെ ഏറ്റെടുക്ക് തങ്ങളെ, ഞങ്ങൾക്ക് മാപ്പുതായ തങ്ങളെ, ഞങ്ങളെ പ്രയാസം നീക്കിത്തായ തങ്ങളെ. ആരോടാ? അവിടെ കിടക്കുന്ന മഹാനോടാണ് ഈ പറയണത്. ഇതിനെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇത് വലിയ അപകടങ്ങളിലേക്കാണ് പോണത്. എന്നിട്ട് ഖുർആനിലും ഹദീസിലും ഇതിന് തെളിവുണ്ട് എന്നുകൂടി പറഞ്ഞപ്പോൾ നമുക്ക് ബാധ്യത കൂടുകയാണ്. വിശുദ്ധ ഖുർആനിൽ അൽ ബഖറയിലെ 259-ാമത്തെ ആയത്തിൽ ഉസൈർ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം പറയുകയാണ്. കേട്ടോളി, വിശുദ്ധ ഖുർആനിൽ ഉസൈർ നബിൻ്റെ ചരിത്രം പറയാണ്. 259-ാമത്തെ ആയത്ത് അൽ ബഖറയിൽ ഉസൈർ നബിയെ അല്ലാഹു തആല ഒന്ന് ഉറക്കിക്കിടത്തി, മരിപ്പിച്ചിട്ടില്ല, ഉറക്കിക്കിടത്തിക്കാണ്. മരിച്ച ആളുകളെ എങ്ങനെയാ അല്ലാഹു ജീവിപ്പിക്കുക എന്നുള്ള പഠനമാണ്. 100 കൊല്ലത്തിന് ഉസൈർ നബി അലൈഹിസ്സലാമിനെ അങ്ങ് മരിപ്പിക്കുകയാണ്. എന്നിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. ശരി, 100 കൊല്ലത്തിന് മരിപ്പിച്ചു എന്ന് വിചാരിക്കുക. എന്നിട്ട് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പോൾ ജീവിച്ചിരിപ്പുള്ള കാലത്തുള്ള എല്ലാം മരിച്ചാൽ അറിയുമെങ്കിൽ ഉസൈർ നബിനോട് ചോദിച്ചു, കാലക്കം ലബിസ്ത, എത്ര കൊല്ലം നിങ്ങൾ ഇവിടെ കിടന്നിട്ടുണ്ട്? കാല, ഉസൈർ നബി പറഞ്ഞു, ലബിസ്തു യൗമൻ ഔ ബഅദ യൗം, ഞാൻ ഒരു ദിവസമോ അല്ലെങ്കിൽ അല്പ ദിവസമോ ഉറങ്ങിയിട്ടുള്ളൂ, കിടന്നിട്ടുള്ളൂ. 100 കൊല്ലം കിടന്ന ആളെ പറ്റിയ പറയണത്. അറിഞ്ഞിട്ടില്ല. ഇത്രയും കൊല്ലം കഴിഞ്ഞു പോയത് ഉസൈർ നബി അറിഞ്ഞിട്ടില്ല. നബിയാണ്. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്നുണ്ട് തഫ്സീറുകളിലൊക്കെ. ഇനി വേണ്ട, അസ്ഹാബുൽ കഹ്ഫ് മരിച്ചിട്ടില്ല. അസ്ഹാബുൽ കഹ്ഫ് 309 കൊല്ലം അള്ളാഹു ഉറക്കിക്കിടത്തി. ചോദിച്ചു, നിങ്ങൾ എത്ര ദിവസം ഉറങ്ങി? എന്താ പറഞ്ഞ്? യൗമൻ ഔ ബഅദ യൗം, ഒന്നോ കുറച്ചു സമയമോ ഞങ്ങൾ ഉറങ്ങിയിട്ടുള്ളൂ. 309 കൊല്ലം കാലം ഉറങ്ങിക്കിടന്നതുപോലും അവരറിഞ്ഞിട്ടില്ല. എന്നിട്ട് പറയാണ്, നടക്കും, ഇരിക്കും, തിന്നും, സമ്പതിക്കും എന്നൊക്കെ പറഞ്ഞ് ഈ സാധുക്കളെ ഈ ഖബറുകളിലേക്ക് കൊണ്ടുപോകുക. തഹജ്ജുദ് നമസ്കരിച്ച് രാത്രിയിൽ കിടന്ന് പ്രാർത്ഥിച്ച് മനമുരുകി, പടച്ചോനെ റബ്ബേ എൻ്റെ മക്കളെ രക്ഷിക്കണം, പടച്ചോനെ റബ്ബേ രോഗങ്ങൾ മാറ്റിത്തരണം, അള്ളാഹുവേ റബ്ബേ എന്ന് സങ്കടപ്പെട്ട് സുജൂദിൽ കിടന്ന് തേങ്ങിക്കരയേണ്ട മനുഷ്യരോട് നിങ്ങൾ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് 1000 വട്ടം ഷെയ്ഖിനെ വിളിച്ചാൽ മതി. ഈ ആദി വാക്കുകൾ നടന്നുകൊണ്ടിരിക്കുക. സ്വലാത്ത് വാർഷികങ്ങളിൽ അല്ലെങ്കിൽ സ്വലാത്ത് മജ്ലിസുകളിൽ ജനങ്ങൾക്ക് വന്നിട്ട് തേന് കൊടുത്തിട്ട് പറയാണ്, ആ മുസ്ലിങ്ങളായ സഹോദരങ്ങളുണ്ട് വെച്ചെങ്കിൽ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് ആ തേനാണ് കുടിച്ചോളി, ഒക്കെ ശരിയാകും. ഇതിനാണ് വയലിൻ്റെ സദസ്സ് കെട്ടിയിട്ട് ഈ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് പണം പിരിച്ചു കൊടുത്തിട്ട് പറയണ വയലാണ്, നിങ്ങൾ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചോളി. ആരാണ് ഇതിന് ഉദ്ഘാടനത്തിന് പോണത്? ഈ സദസ്സിൻ്റെ സംവാദര. ഇന്ന് വരെ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ എതിർത്തുകൊണ്ട് ഈ മുജാഹിദ് പ്രസ്ഥാനമല്ലാതെ എഴുന്നേറ്റ് നിന്ന് സടകുടഞ്ഞിട്ട് ഇത് ശരിയല്ല എന്ന് പറയാനുള്ള ആണത്തവും നട്ടലുള്ളവർ ഈ നാട്ടിലാരാ? ഇത് ബാധ്യതയാണ്. തലങ്ങോട്ട് കൊണ്ടുപോയാലും ഇത് ബാധ്യതയാണ്. ഇത് പറഞ്ഞേ പറ്റൂ. ഇതൊരാളും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാ. യാ ബുനയ്യ, പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കല്ലേ.
ഇന്ന ശിർക ലദുൽമുൻ അദീം, വലിയ ആപത്താണ്, മഹാ അക്രമമാണ് ശിർക്ക്. മനുഷ്യൻ നിസ്കരിച്ചിട്ട് കാര്യമില്ല, തഹജ്ജുദ് സ്വീകരിക്കൂല, ഹജ്ജ് സ്വീകരിക്കൂല, നോമ്പ് സ്വീകരിക്കൂല. ലയഹബതന്ന അമലുക്, ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകും. സ്വർഗം കിട്ടുമോ? വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം ഹറാമാകും. നമ്മൾ ആകെ ജീവിക്കണത് കിട്ടാനാ, ആ സ്വർഗം നിഷിദ്ധമാക്കും. എന്ത് പാപം ചെയ്താലും, കൊലപാതകം നടത്തിയ പടച്ചോൻ പുറത്തുവരും, വ്യഭിചാരം പുറത്തുവരും, പലിശയെന്ന് മോചനം കിട്ടിയ നേരെ രക്ഷപ്പെടാൻ കൊതിച്ച് മാറിയ രക്ഷപ്പെട്ട തൗബണ്ട്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്കല്ലാത്ത പാപങ്ങൾ അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. ശിർക്കിന്ന് രക്ഷപ്പെടാതെ, മോചനം നേടാതെ അത് പുറത്തിട്ടില്ല. ഈ ഗൗരവത്തോടെ നമ്മൾ ഈ വിഷയങ്ങളെ കാണണമെന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ വിഷയം അവസാനിപ്പിക്കുക. സഹോദരങ്ങളെ, എൻ്റെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ സഹോദരിമാർ ഈ സദസ്സിലുണ്ട്, മക്കളുണ്ട്, രക്ഷിതാക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വളരെ വിലപ്പെട്ടതായ നമ്മുടെ കുടുംബത്തെ ഇതുപോലെ ദീന് കേട്ട് പഠിച്ച് അന്ധവിശ്വാസങ്ങളുടെ മാറാപ്പ് ഭാണ്ഡങ്ങളുടെ കെട്ടഴിച്ചു വെച്ച് പൗരോഹിത്യത്തിൻ്റെ ചൂഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് വരുന്ന ഒരു കുടുംബമായി, ഒരു ഭാര്യയായി, ഭർത്താവായി നമ്മൾ മാറാൻ തുടങ്ങണം. ഞാൻ എൻ്റെ ബാധ്യത നിർവഹിക്കുന്നു, ഈ നാട്ടുകാർ തസ്ബീഹിന്റെ സംഘാടകർ ഓല ബാധ്യത നിർവഹിക്കുന്നു. അവൻ്റെ ബാധ്യതകൾ നിർവഹിച്ചിരിക്കണം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നഷ്ടത്തിലാണ്. ആര്? പരസ്പരം ഹക്ക് കൊണ്ട് ഉപദേശിക്കാത്തിടത്തോളം കാലം നമ്മൾ നരകത്തിലാണ്. സഹോദരിമാരെ, നമുക്ക് സ്വർഗം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ശിർക്ക് ചെയ്തതിൻ്റെ ഗൗരവം പറഞ്ഞ പോലെ ഹദീസുകളൊക്കെ വായിച്ചു നോക്കിയാൽ ഭർത്താവിൻ്റെ പൊരുത്തവും തൃപ്തിയും നേടാതെ ഒരു പെണ്ണെ നിനക്ക് സ്വർഗം കിട്ടൂല. ദാമ്പത്യ ജീവിതം ഇസ്ലാമിലെ വലിയ ബന്ധമാണ്. ഒരു പെണ്ണിനെ ഒരു ആൾ മഹർ നൽകി വിവാഹം ചെയ്ത് കൊണ്ടുവന്നത് മുതൽ ഭാരിച്ച ചുമതലയാണ് ഒരു പെണ്ണിൻ്റെ തലയിൽ. അത് കേവലം ഒരു ടൂർമേ, അത് 4 ബിരിയാണി കഴിച്ചാൽ തീരുന്ന ബന്ധമല്ല. നമ്മുടെ നാട്ടിലെ പ്രണയ ചാബല്യങ്ങളും കാമുക ബന്ധങ്ങളുമൊക്കെ കേവലം ദിവസങ്ങൾക്കും ഏതെങ്കിലുമൊക്കെ സിറ്റുവേഷൻസുകൾ മാത്രം വെച്ചുകൊണ്ട് പോണതാണെങ്കിൽ മരിച്ചാലും തീരാത്ത ബന്ധമാണ് കല്യാണം. നാളെ സ്വർഗത്തിലെ ഇണകളാകാൻ മോഹിച്ചുള്ളതാണ് ഇസ്ലാമിൽ വിവാഹം പഠിപ്പിച്ചെന്നിരിക്കുന്നത്. അവരും അവരുടെ ഇണകളും സ്വർഗത്തിൽ ചാരിയിരിക്കുമെന്ന ഖുർആനിക വചനം നമ്മൾ കേട്ടു. വിധങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു പെണ്ണ് സ്വർഗം കൊതിക്കുന്നുവെങ്കിൽ ഇതാ സൊല്ലത്തിൽ മർഅത്തു ഹംസ, 5 നേരം നിസ്കരിച്ചാൽ, വസ്വാമത്ത് ഷഹ്റ, 1 മാസം നോമ്പ് നോറ്റാൽ, അത് രണ്ടും പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞ ബാക്കിയെന്താണ്? വഹഫിളത്ത് ഫർജഹാ വഅതാഅത് സൗജഹാ, ലൈംഗിക വിശുദ്ധി സൂക്ഷിക്കുകയും ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ ദഖലത്തിൽ ജന്ന, അവർ സ്വർഗത്തിലെത്തുന്നതാണ്. ഭർത്താവിനെ മാനിക്കാൻ കഴിയണം, ആ മനുഷ്യൻ്റെ സങ്കടങ്ങൾ കാണാൻ കഴിയണം, അവിടെ അവിടെ അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളിൽ ഏറ്റവും ആശ്വാസം നൽകുന്ന ഒരു നല്ലവളായ പെണ്ണായി മാറാൻ കഴിയണം, അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കുന്നവളായി മാറണം. മുഖം കറുപ്പിച്ചവളായി നീ മാറരുത്, ഒരു പരാതിപ്പെട്ടിയായി നീ മാറരുത്, അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അശ്രദ്ധയുള്ളവരായി മാറരുത്. വീട്ടിലെ ഏതേത് ജോലി ചെയ്താലും നല്ല ദീയത്തോടുകൂടെ അത് ചെയ്താൽ നമുക്ക് സ്വർഗം നേടാനുള്ള വഴിയാണ്. ഭർത്താവിനെയും മക്കളെയും നല്ല രൂപത്തിൽ അവരെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചാൽ, യാത്രയാക്കിയാൽ അതിൻ്റെ വമ്പിച്ച പ്രതിഫലമാണ് തിരിച്ചു വരുന്നത് വരെ. ഭാര്യയും ഭർത്താവും ഒക്കെയായി ജീവിക്കുമ്പോൾ നാട്ടിൽ നിന്ന് അവർ തിരിച്ചിറങ്ങി വേറെ ഒരു സ്ഥലത്തേക്ക് ജോലിക്ക് പോയി തിരിച്ചു വരുന്നവർ പലരും ആംബുലൻസിലാണ് വരുന്നത്, പലരും രോഗികളായിട്ടാണ് വരുന്നത്, പലരും തളർന്നു വീണാണ് വരുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കളെയും കുടുംബത്തെയും മാന്യമായി യാത്രയാക്കാൻ ശ്രമിക്കുക. ഭർത്താവിന് തിന്മയിലേക്ക് പോകാനുള്ള സകല സാഹചര്യങ്ങൾക്കും മുടക്കമുണ്ടാകേണ്ടത്, പോകാനുള്ള ഒരു സാഹചര്യവും ഇട്ടുകൊടുക്കാതെ ഒരു ശ്രദ്ധിക്കേണ്ടത് ഭാര്യയാണ്. ഭർത്താവിൻ്റെ കൂട്ടുകെട്ടിൽ വരെ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ല നിലക്കുള്ള ശാരീരിക ബന്ധം ഊട്ടിയുറപ്പിക്കണം, നല്ല മാനസിക ബന്ധങ്ങൾ അവർക്കിടയിൽ ഉണ്ടാവണം. ദീനിയായ ഭാര്യയും ദീനിയായ ഭർത്താവുമായി അവർ മാറാൻ വേണ്ടി ശ്രമിക്കണം. ഭർത്താക്കന്മാരോടും ഇസ്ലാം പറഞ്ഞു ഭാര്യമാരോട് വളരെ നല്ല ഒരു പെരുമാറ്റത്തിൻ്റെ ഉടമയാകാൻ, വഅശിറുഹുന്ന ബിൽ മഅറൂഫ്, ഭാര്യമാരോട് മാന്യമായി പെരുമാറണം. അവൾക്ക് വസ്ത്രം കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. വലാ തദ്രിബിൽ വജ്ഹ്, അവളുടെ മുഖത്തടിക്കരുത്. വലാ തുകബ്ബിഹ്, വഷളാക്കരുത്. വലാ തഹ്ജുറു ഇല്ലാ ഫിൽ ബൈത്തി, വീട്ടിൽ വെച്ചല്ലാതെ പിണങ്ങരുത്. ഭർത്താക്കന്മാർക്ക് റോളുണ്ട്.
അവരുടെ ചെലവ് വഹിക്കണം, അവരുടെ മനസ്സ് വായിക്കാൻ കഴിയണം. ശമ്പളമില്ലാതെ പണിയെടുക്കുന്നവരാണ്. ഹർത്താലുകളും സമരങ്ങളും ചുവപ്പ് കാണുന്ന കലണ്ടറിൻ്റെ തീയതിയും ഒന്നും ബാധിക്കാത്ത നമ്മുടെ ഭാര്യമാർ നമ്മുടെ വീടിൻ്റെ അത്താണിയാണ്. അവരെ പരിഗണിക്കുന്നവരാകണം, അവരോട് മാന്യന്മാരാകാൻ ശ്രദ്ധിക്കണം. നമ്മൾ ഭാര്യയും ഭർത്താവും ഇതൊരു കുടുംബമാണ് എന്നും ഈ കുടുംബത്തിൻ്റെ ഈ തോണിയിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നീങ്ങണം. ഇതിൽ ഒരാൾ കടന്നാടിക്കളിച്ചാൽ ഇത് മറിയും. കേടുവന്ന നശിച്ച ഒരു മകനുണ്ടായാൽ, കണ്ണീര് കുടിപ്പിക്കുന്ന അനുസരണയില്ലാത്തൊരു മകളായി മാറിയാൽ ആ തോണി ഉലഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ നമുക്ക് 4 പേർക്കും എല്ലാവർക്കും അവരുടേതായ ബാധ്യതയുണ്ട്. നമ്മുടെ വീട് ഇസ്ലാമികമായ അന്തരീക്ഷമുള്ളതായി മാറണം. വഴക്കും ബഹളങ്ങളും ഇല്ലാത്ത, കാരുണ്യത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കുന്ന, സുന്നത്ത് നമസ്കാരങ്ങളുള്ള, സ്ത്രീകൾ സമയബന്ധമായി നമസ്കരിക്കുന്ന വീടായി മാറണം. ലാ തജ്അലൂ ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീട് മഖ്ബറകളാക്കി മാറ്റരുത്. നിസ്കാരമില്ലാത്ത, ഖുർആനോത്തില്ലാത്ത വീടാക്കി മാറ്റരുത്. നമ്മുടെ മക്കൾക്ക് നാട്ടിലും വീട്ടിലും എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നാൽ, അങ്ങാടിയിലും ക്യാമ്പസിലും എന്ത് തല്ല് നടന്നാലും, ആര് ഹാൻഡ്സ് കൊണ്ടുവന്നാലും, സിഗരറ്റ് തന്നാലും, NDMA തന്നാലും, വീട് ഓർമ്മിക്കാൻ കഴിയണം. വീട് ആശ്വാസത്തിൻ്റെ കേന്ദ്രമായി മാറണം. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ, നിങ്ങളുടെ വീട് ആശ്വാസത്തിൻ്റെ കേന്ദ്രമാകണം. പേടിച്ച് വിറച്ചു വന്ന നബി തങ്ങൾ എവിടേക്കാ പോയത്? ഖദീജ ബീവിൻ്റെ അടുത്തേക്ക്. ആശ്വാസത്തിൻ്റെ കേന്ദ്രമാണ്. നമ്മുടെ ഏത് പ്രതിസന്ധികളിലും നമ്മെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ചിലരുണ്ട് വീട്ടിലുണ്ട് എന്ന സുരക്ഷിത ബോധം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവണം. മക്കളെക്കുറിച്ച് അറിയാത്ത വാപ്പമാർ ഈ അങ്ങാടിയിലെ മുഴുവൻ മനുഷ്യരോടും പറയാ, നമ്മുടെ മക്കൾക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നവരോട് മുഴുവൻ തിന്മകളെയും നിസ്സാരമായിട്ടാണ് കാണാം. എന്താ പൊന്ന് വലിച്ചാൽ ഒരു ടൂറ് 4 ദിവസം പോയാൽ എന്താ കുഴപ്പം? എന്താ ബുള്ളറ്റ് തന്നെ എടുത്തപ്പോൾ എന്താ കുഴപ്പം? എന്താ എൻ്റെ അടുത്ത് പൈസ അല്ലെങ്കിൽ വാപ്പാടുത്ത് പൈസ അല്ലേ, ഒരു ഐഫോൺ തന്നാൽ എന്താ കുഴപ്പം? എത്ര ആത്മഹത്യകളെ ഫോണിൻ്റെയും ബൈക്കിൻ്റെയും ടിവിൻ്റെയും പേരും പറഞ്ഞ് നടക്കുന്നത്. തിന്മകളെ നിസ്സാരമായി കാണുക, മദ്യത്തിൻ്റെയും ലഹരിയുടെയും ലെസ്ബിയനിസത്തിൻ്റെയും സ്വവർഗരതിൻ്റെയും അടിമകളായി മാറുക. ആണിൻ്റെ ഒപ്പം ഓരങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ നടക്കുക, പെണ്ണിൻ്റെ ഒപ്പം അവരെ പൊക്കി നടക്കാൻ സിനിമാ താരങ്ങൾ റെഡിയായി വന്നിരിക്കുക. ഇത് നമ്മളെ കുട്ടികൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഇനി അമ്മക്ക് എന്താ കുഴപ്പം എന്നിങ്ങനെ തോന്നി കൊടുങ്ങുക. നമ്മുടെ മക്കളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതേത് പ്രശ്നങ്ങളെയും കണ്ടറിഞ്ഞ് വലതുൻ സാലിഹുൻ യദ്ഉ ലഹു എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ, മികച്ച രൂപത്തിൽ അവരെ വളർത്താൻ ഒരു ബാപ്പയും ഉമ്മയും ശ്രദ്ധിക്കുക. പോലീസായി മാറരുത്. നിങ്ങൾ എപ്പോൾ നോക്കിയാലും ചോദ്യം ചെയ്യുക. ജയിലറകളെ മാതിരി ആക്കരുത് വീട്. വളരെ സ്വാതന്ത്ര്യം ലഭിക്കണം. 4 കാര്യം നമ്മളെ കുട്ടിക്ക് കിട്ടണം: സ്വാതന്ത്ര്യം, സ്നേഹം, അംഗീകാരം, പ്രശംസ. ഇത് കിട്ടിയ ഒരു കുട്ടിക്ക് ഒരു മനുഷ്യൻ യാത്ര പൊടി കൊടുത്താലും ഓൻ വലിക്കൂല. കൊണ്ട ഒന്നിച്ചിരുന്ന് കള്ളുടിച്ചാലും ഓനെ നടുന്ന് ഒഴിഞ്ഞ് നീച്ചു പോരും. അവർക്ക് ഇരിക്കാൻ കഴിയില്ല. ഞാൻ പറയാം, എത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഫ്രീ ആയി കിട്ടുന്ന കമ്പനിയിൽ നിന്ന് കിട്ടുന്ന മദ്യങ്ങൾ വരെ തൊടാതെ ഇറങ്ങിപ്പോന്നവരുണ്ട്. എവിടെയാണ് ഇത്? ഒരു കുടുംബത്തിൻ്റെ കൃത്യമായ ഒരു രക്ഷിതാവിൻ്റെ ദൗത്യമാണ് പറയുന്നത്. അടുത്ത് നിന്നവരോട് സംസാരിക്കണം. അടുക്കളയിൽ നിന്നെല്ലാം അടുത്ത് നിന്നിട്ട് കണ്ണിൽ നോക്കി സംസാരിക്കണം. ഫോണിലല്ല, കണ്ണിൽ നോക്കി സംസാരിക്കണം. തൊട്ട് സംസാരിക്കണം കുട്ടികളോട്. നമ്മൾ തൊടൂല, നമ്മൾ ഡേഞ്ചർ സോണിലാണ് കിടക്കണം. തൊടൂല. എന്താ തൊടാത്ത്? നമ്മക്കാണത് തൊടാനുള്ള അധികാരം. നമ്മളെ കുട്ടിനെ മാഷ് തൊട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി എടുത്ത് ഓടൂലേ? തൊടണ്ടോരാണ് നമ്മൾ. ആ തൊടല് കിട്ടാഞ്ഞിട്ടാണ് വഴിയിൽ നിന്ന് കിട്ടുന്നവരുടെ തൊടലും തോണ്ടലും കിട്ടാൻ ഓടി നടക്കുന്നത്. നമ്മളൊന്ന് ചേർത്ത് പിടിക്കുക. നമ്മൾ കെട്ടിപ്പിടിച്ചെത്ര ദിവസമായി? നമ്മുടെ കുട്ടിൻ്റെ നെറുകത്തുമ്മ വെച്ചിട്ട് എത്ര ദിവസമായി? നമ്മുടെ പ്രിയപ്പെട്ട കോളേജ് പഠിക്കുന്ന നമ്മുടെ പയ്യൻ്റെ ചാരത്തിരുന്ന് വർത്താനം പറഞ്ഞിട്ട് എത്ര ദിവസമായി? നമ്മൾ പറഞ്ഞു, ഓനോട് പറഞ്ഞിട്ട് കാര്യമല്ല, ഇയാൾ തീരുമാനിക്കല്ലേ. കാര്യമുണ്ട്. എൻ്റെ മകൻ നന്നാകൂല എന്ന് പ്രതിജ്ഞ എടുക്കല്ലേ. മക്കൾക്കെതിരായി നീ പ്രാർത്ഥിക്കല്ലേ. മാന്യമായി അവരോട് സംസാരിക്കുക. പല നിലക്കുമുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളുണ്ടാകും. ക്ഷമയോടെ അവരോട് പെരുമാറുക. ഒരിക്കലും നിങ്ങളെ മക്കൾക്ക് എതിരായി നന്നാകൂല, ഗുണം പിടിക്കൂല, കുരുത്തം കിട്ടോനാണ് എന്ന വാക്ക് പറയരുത്. ലാ തദ്ഉ അലാ ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കരുത്. മഹാന്മാരായ പ്രവാചകന്മാർ മക്കൾ നന്നാകാൻ വേണ്ടി കൊടുത്ത വിലപ്പെട്ട ഉപദേശം കാണാം. യാ ബനിയ, യാക്കൂബ് നബി, ഇബ്രാഹിം നബി മക്കളോട് പറയാണ്, യാ ബനിയ, പൊന്നുമക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, അല്ലാഹ് നിങ്ങൾക്കിതാ ഒരു ദീൻ തന്നിരിക്കുന്നു. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. മരിക്കണതിന് മുമ്പത്തെ വസിയത്താണ് യാക്കൂബ് നബി, ഇബ്രാഹിം നബി, മക്കളെ മതം വിടരുത്.
നമ്മളൊട്ടാൾ എന്താ പറയാ, നിങ്ങൾ ഈ മതം കൊണ്ടുവന്നിട്ടാണ് ഈ പ്രശ്നമാണിത്, മനുഷ്യന്മാരായ പോരെ. നല്ല മനുഷ്യനാണ് നല്ല മതത്തിലുള്ളത്. ഈ മതം പഠിപ്പിക്കുന്നത് നല്ലൊരു മനുഷ്യനായ മതമുള്ള മനുഷ്യനാകാനാ. മതമുള്ള മനുഷ്യനായാൽ വാപ്പാനോടും ഉമ്മാനോടും മാന്യമായി പെരുമാറും, 5 നേരം പള്ളിയിൽ പോയി നിസ്കരിക്കും, അനാഥരായ കുട്ടികളെ സംരക്ഷിക്കും, പാവപ്പെട്ട മനുഷ്യർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കും. ഇതൊക്കെ മതം പഠിപ്പിക്കുന്ന മൂല്യങ്ങളാണേ. വേഷത്തിലും മുടിയിലും മര്യാദ പാലിക്കും, മുതിർന്നവരോട് ബഹുമാനം ഉണ്ടാകും, ചെറിയവരോട് കരുണയുണ്ടാകും. എല്ലാ നന്മകളും പഠിപ്പിക്കുന്ന ഈ ദീന് വിട്ടുകൊണ്ടാവരുത് മക്കളെ നമ്മുടെ പുരോഗതി. കുടുംബത്തിൽ മക്കളാവട്ടെ കുടുംബങ്ങളാവട്ടെ അശാന്തിയുടെ അഗ്നിപർവ്വതങ്ങൾ പുകയുന്ന ഇടങ്ങളായി കുടുംബങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ ഞെരിഞ്ഞമരുന്ന മക്കളുള്ള പുതിയ കാലഘട്ടമാണ്. ജീവിത വഴിയിൽ എപ്പോഴോ പരിചയപ്പെട്ടവരുടെ കൂടെ ഒളിച്ചോടാൻ 18 തികയാൻ കാത്തു നിൽക്കുന്ന മക്കളുള്ള കാലമാണ്. 18 കൊല്ലം നോക്കിയ നമ്മൾ 3.5 മാസം മാത്രം പരിചയമുള്ളവൻ്റെ കൂടെ അവൻ്റെ മതം പ്രശ്നമല്ല, പാർട്ടി പ്രശ്നമല്ല, അവന് വേണ്ടി ഒപ്പിട്ട് കൊടുത്ത് പിന്നാലെ നടക്കുന്ന മക്കളുള്ള കാലഘട്ടമാണ്. അവിഹിത ബന്ധങ്ങളും സ്വരച്ചേർച്ചയില്ലായ്മയും സമാധാനം നഷ്ടപ്പെടുന്ന ഇണകളുടെ ഒട്ടനേകം ഉദാഹരണങ്ങളാണ് നമുക്ക് ഇടയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. വിവാഹം തന്നെ വേണ്ടെന്ന് പറയുന്ന ഒരു പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ രക്ഷിതാക്കൾ ഏറെ ബേജാറായിക്കൊണ്ടിരിക്കുകയാണ്. മതവും ധാർമ്മികതയും ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് തോന്നിയതുപോലെ നടക്കുന്ന കുത്തഴിഞ്ഞ ജീവിതമുള്ള പുതിയ കാലഘട്ടത്തിൽ നമുക്കൊരു തുരുത്തുണ്ട്, ഇസ്ലാമാകുന്ന ഈ മതം പഠിക്കുക. പീസ് റേഡിയോ 24 മണിക്കൂർ എത്ര രാജ്യങ്ങളിൽ 10 ലക്ഷത്തിലേറെ ആളുകൾ ഡൗൺലോഡ് ചെയ്ത് തൻ്റെ മൊബൈൽ ഫോണിലെ നെറ്റ് ഉപയോഗിച്ച് ഇരുന്ന് കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനും നിങ്ങളും എവിടെയാണുള്ളത്? ജമീൽ ആപ്പ് എന്ന് പറയുന്ന വീഡിയോ കണ്ട് പുസ്തകങ്ങൾ നോക്കി പഠിക്കാനുള്ള ജമീൽ ആപ്പുണ്ട്. യൂട്യൂബിൽ കണ്ട് വേണ്ടതും വേണ്ടാത്തതും സ്ക്രോൾ ചെയ്തൊന്ന് മനുഷ്യ, നിനക്ക് വേണ്ടത് മാത്രം തരുന്ന ജമീൽ ആപ്പ് ഒന്ന് തുറന്നു നോക്ക്. ഇഷ്ടമുള്ള പ്രഭാഷകൻ്റെ ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞ് പഠിക്കാം. എന്തിനാ പേടിക്കുന്നത്? ഈ നാട്ടിൽ എത്ര സ്ഥലങ്ങളിലാണ് QHLS നടന്നുകൊണ്ടിരിക്കുന്നത്. ഖുർആനിൻ്റെ അർത്ഥം പഠിക്കാത്ത കുടുംബമായി മാറരുത്. എത്ര സ്ഥലങ്ങളിൽ നിന്നറിയൂ. ഇന്ന് വരെ കയറി വരുമ്പോൾ ഒരു സഹോദരൻ വിളിച്ചു പറയാണ്, ഐക്കരപ്പടിയിലും പരിസരങ്ങളിലുമുള്ള കുടുംബങ്ങളിലെ വിഷമങ്ങൾ പറഞ്ഞൊരു മനുഷ്യൻ പറയാൻ, തൻ്റെ ഭാര്യ തന്നെ ഉപേക്ഷിച്ചു പോയി, അവൾ എന്നെ ഹുൽഇ ചെയ്ത് 11ാം ദിവസം ഇതുപോലും ഇരിക്കാതെ വേറെ ഒരുത്തൻ്റെ കൂടെ വിവാഹം കഴിച്ചു ജീവിച്ചു. ഞാൻ വല്ലാത്ത വിഷമത്തിൽ ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നങ്ങളുമില്ലാതെ ജീവിക്കുകയായിരുന്നു. എത്ര സംഭവങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നത്. യാതൊരു ഇസ്ലാമിക മാനദണ്ഡങ്ങളും പാലിക്കാതെയുള്ള വൈവാഹിക രംഗത്ത് ഇണക്കിളികളായി ജീവിക്കേണ്ടവർ ശണ്ട കൂടി തല്ലുകൂടി പിരിഞ്ഞ് മക്കളിങ്ങനെ നോക്കി അന്താളിച്ച് കരഞ്ഞ് ജീവിക്കുന്ന എത്ര ദയനീയ മുഖങ്ങൾ നമുക്കിടയിലുണ്ട്. മഹല്ലുകാരെ ശാക്തീകരിക്കപ്പെടണം, ഫാമിലി കോൺഫറൻസുകൾ പ്രഖ്യാപിക്കപ്പെടണം, കുടുംബ ജീവിതം പഠിപ്പിക്കപ്പെടുന്ന കുടുംബ സമ്മേളനങ്ങൾ ഉണ്ടാവണം, അയൽക്കൂട്ടങ്ങൾ ഉണ്ടാവണം. CRE നമ്മുടെ മക്കൾക്ക് ഇനിയൊരു പരസ്യം ആവശ്യമില്ല, ഒരു നോട്ടീസ് ആവശ്യമില്ല. എവിടെയാണുള്ളതെങ്കിൽ നമ്മൾ ഇന്ന് കൊണ്ടുപോയില്ലെങ്കിൽ നാളെ 1000ഉം 10,000ഉം കൊടുത്ത് കൗൺസിലിംഗ് സെന്ററിലേക്ക് ക്യൂ നിൽക്കുന്നവരായിരിക്കും നമ്മളെന്ന ജാഗ്രതയുണ്ടാവട്ടെ. ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിൻ്റെ സിലബസ് അടിസ്ഥാനത്തിൽ അത് പഠിച്ചു മനസ്സിലാക്കി അതിൻ്റെ ആളുകളായി മാറാൻ നമ്മൾ ശ്രമിക്കുക. ധാരാളം വിജ്ഞാന സദസ്സുകൾ പരിസരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വരാനിരിക്കുന്ന സന്ദർഭത്തിൽ കൊയിലാണ്ടിയിൽ വെച്ചുകൊണ്ട് വരാനിരിക്കുന്ന പ്രൊഫൈസ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുക. പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ ആ രംഗത്ത് എത്തിപ്പെടേണ്ടവരെ അവിടേക്ക് എത്തിക്കാനുള്ള ദൗത്യം നമുക്കുണ്ട്. ഈ ഒരു നന്മയിൽ പങ്കാളികളായ എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. അള്ളാഹു മഹത്തരമായ ഒട്ടനേകം നന്മകൾക്ക് ഇനിയും ഈ പ്രദേശത്തുകാരായ നല്ലവരായ മനുഷ്യർ ഇത്രയും നേരം സാഗൂതം ശ്രദ്ധിച്ച് കേട്ട് സംശയങ്ങൾ ദൂരീകരിക്കുക. ഞാൻ വീണ്ടും പറയാം, ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു ഉദ്ധരണി, ഞാൻ പറഞ്ഞ ആയത്ത്, ഒരു ഹദീസ് നമ്പർ, ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു പേര് സംശയമുള്ളവർ സംഘാടകരോട് ചോദിക്കണം. സംശയങ്ങൾ ദൂരീകരിക്കപ്പെടണം. വ്യക്തമായി വരുത്തുന്ന രൂപത്തിൽ നമ്മുടെ പരലോകത്തിൻ്റെ കാര്യ. ഒരു 10 കിലോ തക്കാളി മേടിക്കുമ്പോൾ വരെ എവിടെയാണ് വിലക്കുറവെന്ന് അന്വേഷിക്കുന്നവർ, ഒരു ഫ്രിഡ്ജ് മേടിക്കുമ്പോൾ വേൾപൂളും മറ്റു കമ്പനിയും തെരഞ്ഞ് നല്ലത് നോക്കി മേടിക്കുന്നവർ
എൻ്റെ ദീന് ഞാൻ എവിടെ നിന്ന് കൃത്യമായി പഠിക്കണമെന്ന അന്വേഷണം വേണം നമുക്ക്. എന്നിട്ട് ദീനിൻ്റെ യഥാർത്ഥ വക്താക്കളായി ജീവിച്ചു മരിക്കാൻ കഴിയണം. അള്ളാഹു സ്വാലിഹീങ്ങളായി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ശർറുകളിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ നല്ല ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. ഈ വിജ്ഞാന സദസ്സിന് വേണ്ടി പ്രയത്നിച്ച് അധ്വാനിച്ച എല്ലാവർക്കും അള്ളാഹു തക്കതായ ഹൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ഈ സദസ്സ്, ഈ ഒരു വേദി, ഈ ഒരു സ്ഥലം, നല്ല ഒരു അന്തരീക്ഷം ഇവിടെ സംവിധാനിച്ചു തന്ന ഇതിൻ്റെ ഉടമസ്ഥൻ അള്ളാഹു വലിയ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു നന്മയുടെ സദസ്സിൻ്റെ വെളിച്ചമായി ഒരാളെങ്കിലും 10 പേരെങ്കിലും ഇത് കേട്ടതിൻ്റെ പേരിൽ നന്മ ഉൾക്കൊള്ളുന്നവരായി ഹിദായത്തിൻ്റെ മാർഗത്തിൽ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു എൻ്റെ സംസാരത്തിലെ ഏതെങ്കിലും സ്ഖലിതങ്ങൾ, അബദ്ധങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പടച്ചറബ്ബേ എനിക്ക് പുറത്ത് മാപ്പ് നൽകണമേ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.